Hello, my dear students. Welcome everyone to CBSE's first personalized chapter model tuition. So, hi Govind. Can you hear me properly, Govind? Once again, Govind. Govind, are you there? ഗോവിന്ദിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, 1 second. ഞാനിപ്പോ മൈക്ക് ഫിക്സ് ആയിട്ടെ. യെസ്, ഇപ്പൊ പ്രോപ്പർലി കേൾക്കാൻ പറ്റുന്നുണ്ടോ ഗോവിന്ദ്? കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഗോവിന്ദ് പറയുന്നത് 1 second. ഇപ്പൊ ഒരു ഹായ് പറഞ്ഞേ. ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഗോവിന്ദിന്റെ സ്കൂളില് ഏത് ചാപ്റ്റർ ആണ് കറന്റ്ലി ഓൺ ഗോയിങ് ചാപ്റ്റർ ഏതാ? പ്രൈം ടൈം അല്ലേ? സോ പ്രൈം ടൈമില് എല്ലാ കോൺസെപ്റ്റും പഠിച്ചോ? എത്ര മാത്രം കോൺസെപ്റ്റ് കവർ ചെയ്തു? ഏതൊക്കെ കോൺസെപ്റ്റ് കവർ ചെയ്തു ഗോവിന്ദ്? എടുക്ക പെട്ടെന്ന് നോക്ക്. ഏതൊക്കെ കോൺസെപ്റ്റ് പ്രൈം ടൈമിൽ കവർ ചെയ്തു എന്ന് ചെക്ക് ചെയ്യാ. ക്വിക്ക്. ചെക്ക് ചെയ്തോ ഗോവിന്ദ്? ഗോവിന്ദിന്റെ അമ്മ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്. കുഴപ്പമില്ല ഗോവിന്ദ്. ഏത് ടോപ്പിക് വരെ എടുത്തെന്നൊന്ന് ചെക്ക് ചെയ്തേ. സോ എനിക്കൊരു ഐഡിയ ഉണ്ടാവും ഗോവിന്ദ് എത്ര വരെ പഠിച്ചു, ഏതൊക്കെയാണ് എക്സ്ട്രാ സപ്പോർട്ട് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ക്വിക്ക്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് ചെക്ക് കേട്ടോ. മൂന്നാമത്തെ എക്സസൈസ് ആയിരുന്നു അല്ലേ? ഓക്കെ, ഫൈൻ. 1 second. റോബിൻ സർ, ലൈറ്റ്. സോ ഗോവിന്ദ്, എനിക്ക് മൂന്നാമത്തെ എക്സസൈസ് വരെ എത്തി. സോ ഗോവിന്ദിന്റെ സ്കൂളില് നമ്പർ പ്ലേ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഓൾറെഡി കവേർഡ് ആണോ? നമ്പർ പ്ലേ എന്ന് പറയുന്ന ചാപ്റ്റർ കവേർഡ് ആണോ ഗോവിന്ദിന്റെ? ഗോവിന്ദ്, can you hear me properly? എടാ, നമ്പർ പ്ലേ കവേർഡ് ആണോ? നമ്പർ പ്ലേ കവേർഡ് അല്ല. ഏതൊക്കെ ചാപ്റ്റർ ഓൾറെഡി കവർ ചെയ്തു? ഇതുവരെ ഒരു ചാപ്റ്റർ തീർത്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്ത് തന്നെ പ്രൈം ടൈം വെച്ചിട്ടാണ്, അങ്ങനെയാണോ? പ്രൈം ടൈം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? ഓക്കെ, 1 second. പ്രൈം ടൈമിലെ ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾക്ക് ചെക്ക് ചെയ്യാം. സോ ഗോവിന്ദിന് മനസ്സിലാവും, ഓക്കെ, ഈ ടോപ്പിക് ഒക്കെയാണ് സ്കൂളിൽ കവർ ചെയ്തതെന്ന്. ഓക്കെ, no, before that it's yes, all good. Yes. So Govind, let's begin with the core concept. Yes sir. Yes, fine. So yes, recording it's there. Yes. So when it comes to the concepts of prime time, let's discuss the basic things. So prime time എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഏതാ? മൾട്ടിപ്പിൾസ് ആണ് അല്ലെ? മൾട്ടിപ്പിൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏറ്റവും ബേസിക്സ് ആയിട്ട് വരുന്നത്. സോ സ്കൂളിൽ പ്രൈം ടൈമില് മൾട്ടിപ്പിൾസ് കോൺസെപ്റ്റ്സ് ഓൾറെഡി ചെക്ക് ചെയ്തതാണോ? ആണല്ലേ? അപ്പോ മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ എന്ന് വെച്ചാൽ എന്താ ഐഡിയ ഉള്ളത്? മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ടേബിൾ. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ക്യാൻ ബി മെയ്ഡ് ബൈ മൾട്ടിപ്ലൈങ് ദി നമ്പർ ബൈ എനി ഹോൾ നമ്പർ. അതായത് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ല, ഒരു നമ്പറും ഏതെങ്കിലും ഒരു ഹോൾ നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരുന്നു? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 12ന്റെ മൾട്ടിപ്പിൾസ് എങ്ങനെയാ? നോർമൽ ഗോവിന്ദ് ചെറിയ ക്ലാസ്സിൽ 10 വരെയുള്ള പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അതിലും കൂടുതലില്ലേ? വലിയ നമ്പേഴ്സ് ഒക്കെ ഇല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്പർ 12 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, 1 into 12, 2 into 12, 3 into 12, 4 into 12, അങ്ങനെ ടേബിൾ പോലെ തന്നെ ഉണ്ട്. പക്ഷെ
10 into 12 വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത് കൂടാതെ 11 into 12, 12 into 12 അങ്ങനെ വരും. അങ്ങനെ ഓരോ മൾട്ടിപ്പിൾ നോക്കുമ്പോഴും എന്താണ് ഇതൊക്കെ ഈ മൾട്ടിപ്പിൾസിന്റെ എക്സാമ്പിളിൽ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 12 എടുത്തു കഴിഞ്ഞാൽ 12 into 10 എത്രയാടാ? ഐഡിയ ഉണ്ടോ ഗോവിന്ദ്? മോനൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് 12 into 2, 12 into 10 ആലോചിച്ച് നോക്കിയേ ഗോവിന്ദ്. 12 into 10 ഏത് നമ്പറും ഈ ട്രിക്ക് ഒന്ന് ആലോചിച്ച് വെക്കണം കേട്ടോ ഗോവിന്ദ്, ഓർത്ത് വെക്കാൻ വേണ്ടിട്ട്. ഏത് നമ്പറും ഇൻറ്റു 10 ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിന്റെ കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഗോവിന്ദ് പറഞ്ഞ 13 into 10 എത്ര ആയിരിക്കും? 130. ഈസി അല്ലേ? പഠിച്ചില്ലേ? ഒരു ഡബിൾ തംസ് അപ്പ് വന്ന എനിക്ക് ക്യാമറയിലേക്ക്. പഠിച്ചില്ലേ? യെസ്. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ നോക്കുക, ഒരു നമ്പർ 24 എടുക്കാണ്. 24 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 240. പഠിച്ചില്ലേ? ഈസി പീസി ലെമൺ സ്ക്വീസി അല്ലെ? അപ്പൊ നോക്കുക, നമ്മള് ഇവിടെ നമ്പർ 12ന്റെ മൾട്ടിപ്പിൾസ് ആണ് നോക്കുന്നത്. സോ 12 into 1 ചെയ്തപ്പോ 12 കിട്ടി, 12 into 2 ചെയ്തപ്പോ 24 കിട്ടി, പിന്നെ 36, പിന്നെ 48 goes like that. Okay, സോ ഇവിടെ നോക്കുക 12, 24, 36, 48, 60, 72, 84, 96, 108, 120 അങ്ങനെ it goes on like that. All of them are multiples of 12. എല്ലാം 12ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, സോ അങ്ങനെ പോകുമ്പോ ഈ 120 കഴിഞ്ഞിട്ട് എന്ത് വരും? 120 plus 12 വരും അല്ലെ? അതായത് 132 വരും അല്ലെ? 120 എന്താ? 12 into 10 അല്ലടാ ഗോവിന്ദ? യെസ്. അപ്പൊ മോനൊന്ന് ആലോചിച്ച് നോക്കിയേ, 12 into 11 എന്ത് വരും? 12 into 10 120 ആണ്. അപ്പൊ 12 into 11ഓ? ഒരു 12 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ? 12 into 10 120 ആണ്. 12 into 11 അപ്പൊ 120യുടെ കൂടെ ഒരു 12 ആഡ് ചെയ്യാം, അപ്പൊ 132 കിട്ടും. മനസ്സിലായില്ലേ? യെസ്. ഇതിനാണ് മൾട്ടിപ്പിൾസ് എന്ന് പറയാ. ഈ എക്സാമ്പിൾ എഴുതിയെടുത്ത ബുക്കിൽ പെട്ടെന്ന്. മൾട്ടിപ്പിൾസ് ഓഫ് എ നമ്പർ ക്യാൻ ബി മെയ്ഡ് ബൈ മൾട്ടിപ്ലൈങ് ദ നമ്പർ ബൈ എനി ഹോൾ നമ്പർ. ഈ പോയിന്റ് പെട്ടെന്ന് ബുക്ക് എടുത്തിട്ടോ, ക്വിക്ക്. പെട്ടെന്ന് ബുക്ക് എടുത്തിട്ടോ കേട്ടോ, ക്വിക്ക്. ഗോവിന്ദ് റെഡി ആവുമ്പോ പറയാട്ടോ. ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾക്ക് ഗോവിന്ദ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏത്? ഓക്കെ ഓക്കെ. ഇനിയിപ്പോ നോക്ക, ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 12 ശ്രദ്ധിച്ചില്ല, ഓൾറെഡി എഴുതി കഴിഞ്ഞില്ലേ? ഇനി നോക്കുക, നമ്മൾക്ക് ഒരു എക്സാമ്പിൾ തരാണ്. എ ക്ലോക്ക് ഈസ് സെറ്റ് ടു റിംഗ് അറ്റ് എവറി 5th minute. ഓരോ 5 മിനിറ്റിലും ക്ലോക്ക് റിംഗ് ചെയ്യാണെന്ന് വിചാരിക്കുക. വിൽ ഇറ്റ് റിംഗ് 55 minutes later? 55 മിനിറ്റിന് ശേഷം റിംഗ് ചെയ്യോ? ഓരോ 5 മിനിറ്റിലും റിംഗ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോക്ക്. അതായത് 5 മിനിറ്റ്, 10 മിനിറ്റ്, 15, 20, 25, 30, 35, 40, 45. So it goes on like that. So after 55 will be 60, right? അല്ലേ എടാ? ഓരോ പ്രാവശ്യം 5 വെച്ച് കൂടി കഴിഞ്ഞാൽ ആഫ്റ്റർ 55 എന്തായിരിക്കും മോനെ? 60 ആയിരിക്കില്ലേ? അല്ലേ? അപ്പൊ 60 ആവുമ്പോ ഒബ്വിയസ്ലി ക്ലോക്ക് റിംഗ് ചെയ്യും. So will it ring 55 minutes later? Yes or no? എടാ റിംഗ് ചെയ്യില്ലേ? എ ക്ലോക്ക് ഈസ് സെറ്റ് ടു റിംഗ് അറ്റ് എവറി 5th minute.
സോ 55 മിനിറ്റ്സ് കഴിഞ്ഞാൽ റിങ് ചെയ്യും. എല്ലാ 5 മിനിറ്റിലും റിങ് ചെയ്യുന്നു പറഞ്ഞു. സോ 55 മിനിറ്റ്സ് കഴിഞ്ഞാൽ റിങ് ചെയ്യില്ലേ, 60 അല്ലേ, അതായത് ഇവിടെ 12 എത്തും. മനസ്സിലായോ? ഓക്കെ, യെസ്. Find the smallest number that is a multiple of all the numbers from 1 to 10 except for 7. Smallest number that is a multiple of all the numbers from 1 to 10. 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പറിനെയും മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ ഏതാ? എക്സെപ്റ്റ് ഫോർ 7. 7 ഒഴികെ. അഞ്ചാണോ? 5 എല്ലാ നമ്പേഴ്സിന്റെയും മൾട്ടിപ്പിൾ ആണോ? ഏതാ? പിന്നെ ഏതാ സ്മോളസ്റ്റ് നമ്പർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് ആലോചിച്ച് നോക്കുക. 12 ആണോ? സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഓൾ ദി നമ്പേഴ്സ് ഫ്രം 1 to 10 എക്സെപ്റ്റ് ഫോർ 7. 12 1ന്റെ മൾട്ടിപ്പിൾ ആണോടാ? അല്ലല്ലോ. ആ, അപ്പൊ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കിയേ, ഒന്നുകൂടി പറഞ്ഞേ. 6 ആണോ? 6 1ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെങ്ങനെ? അപ്പോ ഏത് നമ്പർ വരും? എങ്ങനെ കണ്ടുപിടിക്കും? ഈ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് ഇവിടെ എഴുതി നോക്കാം അല്ലെ. സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഓൾ ദി നമ്പേഴ്സ് ഫ്രം 1 to 10 എക്സെപ്റ്റ് ഫോർ 7 ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ലിസ്റ്റ് ചെയ്യാം അല്ലെ. 1 to 10 എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് വരെടാ? ഒന്ന് പറഞ്ഞേ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ആൻസർ ഒരുമിച്ച് കണ്ടുപിടിക്കാം. ആ, 1 second. Oh, 1 second. ഒരു മിനിറ്റ്. യെസ്. അപ്പൊ നമുക്ക് 1 to 10 വരെയുള്ള ഓരോ നമ്പേഴ്സ് എഴുതി നോക്കാം. 1 2 3 4 5 6 7 8 9 10. 1 മുതലുള്ള എല്ലാ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സും എഴുതി നോക്കി. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഓൾ ദി നമ്പേഴ്സ്. സോ അതിന് എന്ത് പറയാം? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയും അതിനെ. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓർ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ മൾട്ടിപ്പിൾസ് ഓഫ് 10 ഏതാ നോക്കാം. 10ന്റെ മൾട്ടിപ്പിൾസ് ഏതാ? നമ്മൾ 10ന്റെ മൾട്ടിപ്പിൾസ് വെച്ച് തുടങ്ങുന്നു. ഓക്കെ, സോ 10ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ വരും? നമ്പർ 10 20 30 പറഞ്ഞോ. 80 90 എക്സെട്ര അല്ലെ, അങ്ങനെ വരും. ഓക്കെ, സോ സ്റ്റോപ്പ് വെൻ യു ഫൈൻഡ് എ നമ്പർ ദാറ്റ് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 1 2 3 4 5 6 7 8 9. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആഫ്റ്റർ ചെക്കിംഗ് ദ മൾട്ടിപ്പിൾസ് യു വിൽ ഫൈൻഡ് ദ നമ്പർ 360 ഈസ് ഡിവിസിബിൾ ബൈ 1 2 3 4 5 6 7 8 9 10. സോ ഇങ്ങനെ ഇതാ ഈ 80 കഴിഞ്ഞിട്ട് 90 വരില്ലേ, പിന്നെ 100 വരില്ലേ, 110 വരില്ലേ, ഇങ്ങനെ പോയി വരുമ്പോൾ 360 എന്ന് പറയുന്ന നമ്പറിൽ എത്തും. 360 എന്ന് പറയുന്ന നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 1 2 3 4 5 6 7 8 9 10. ഈ എല്ലാ നമ്പറായിട്ടും ഡിവിസിബിൾ ആണ്. സോ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഓൾ ദി നമ്പേഴ്സ് ഫ്രം 1 to 10 എക്സെപ്റ്റ് ഫോർ 7 ആരാ 360 ആണ്. ഓക്കെ, സോ അതെങ്ങനെയാ ഗോവിന്ദ ഒന്ന് നോക്കിയേ. 360 എന്ന് പറയുന്ന നമ്പർ എല്ലാ നമ്പേഴ്സും ആയിട്ട് ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. 360 by 1 ചെയ്യാൻ പറ്റില്ലേ? റിമൈൻഡർ വരുമോ? ഇല്ല. 360 by 2 ചെയ്താൽ എത്ര വരും? 360യുടെ പകുതി വരില്ലേ? 360 divided by 2 ചെയ്താൽ എത്ര വരും?
ത്രീയിൽ എത്ര ടു ഉണ്ട്? ഒരു ടു ഉണ്ട് അല്ലെ. 1 2s are 2, 1 റിമൈൻഡർ അല്ലെ. എന്നിട്ട് 6 ഇവിടെ നമുക്ക് ഇറക്കി എഴുതാം. 16ൽ എത്ര ടു ഉണ്ട്? 7 ആണോ? 8. വെരി ഗുഡ്. ഗോവിന്ദ് സ്മാർട്ട് ആണല്ലോ. 2 × 8 എത്രയാ? 16 അല്ലെ. 0, പിന്നെ ഒരു 0 റിമൈൻഡർ ഉണ്ട്. ആ 0 നമുക്ക് ഡിവൈഡ് ഡയറക്ട്ലി എഴുതാം, കാരണം ഒന്നും ഡിവൈഡ് ചെയ്യാനില്ല. സോ 180 വരും. സോ 360/2 ചെയ്യാൻ പറ്റും അല്ലെ. അതേപോലെ 360/3, 360/4 അങ്ങനെ ഓരോ നമ്പർ നോക്കുമ്പോഴും പറ്റും, എക്സെപ്റ്റ് 7. ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് 7 എക്സ്ക്ലൂഡ് ചെയ്യാം, 7 ഒഴിവാക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നൊരു കണ്ടീഷൻ ആണിത് കേട്ടോ ഗോവിന്ദ്. സോ 7 ഒഴികെ ബാക്കി എല്ലാ നമ്പേഴ്സും ആയിട്ട് ഡിവിസിബിൾ ആവുന്ന ഒരു നമ്പർ ആണ്, അതായത് മൾട്ടിപ്പിൾ, സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾക്ക് 360 എന്ന് കിട്ടി. മനസ്സിലായോ? ആ, ഗോവിന്ദിന്റെ ഹോബീസ് എന്തൊക്കെയാ? വാട്ട് ആർ ഹോബീസ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫുട്ബോൾ, പിന്നെ കരാട്ടെ. ഓക്കെ, കരാട്ടയും ഫുട്ബോളും ആണ് കൂടുതൽ ഇഷ്ടം. ഫുട്ബോൾ കളിക്കുമ്പോ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്ലെയർ ആരാ? ആരാ? മെസ്സി. വെരി ഗുഡ്. ഇഷ്ടപ്പെട്ട ടീമോ? അർജന്റീന, ബ്രസീൽ. അർജന്റീന. ക്ലബോ? ബാർസലോണ, റിയൽ മാഡ്രിഡ്, ഏതാ? ബാർസലോണ ആണോ? ആ, മെസ്സിയുടെ പണ്ടത്തെ ടീമാ ബാർസലോണ അല്ലെ. ആ, ഞാനും നല്ലോണം ഫുട്ബോളൊക്കെ കാണും. പക്ഷെ എന്റെ ഫേവറേറ്റ് ഫുട്ബോളർ ആരാന്നറിയോ? മെസ്സി അല്ല, പിന്നെ ആരായിരിക്കും? അല്ല, പ്ലെയർ ഇഷ്ടപ്പെട്ട പ്ലെയർ ആരായിരിക്കും മെസ്സി അല്ലാതെ? റൊണാൾഡോ. റൊണാൾഡോ കേട്ടിട്ടുണ്ടോ? ആ, എനിക്കിഷ്ടം റൊണാൾഡോനെയാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് എഴുതുന്നു, ഇത് ഓർമ്മയുണ്ടാവില്ലേ ഗോവിന്ദന്? നോട്ട് ചെയ്യണോ? വേണ്ട. ഓക്കെ, ഫൈൻ. ഗോവിന്ദ് ആരാണ്? സാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഒബ്വിയസ്ലി ഞാൻ വേണ്ടെന്നല്ല പറയുള്ളൂ അല്ലെ ഗോവിന്ദ? One second. Oh. One second, go ahead. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ആണ്. ഗോവിന്ദിന് കാണാൻ പറ്റുന്നില്ല അല്ലെ? ഫാക്ടേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഫാക്ടേഴ്സ് എഴുതിക്കോ. A factor of a number is an exact divisor of that number. സൈഡ് ഹെഡിങ് ഫാക്ടേഴ്സ് കൊടുക്കുക. ഗോവിന്ദ, ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ കുടിക്കടാ. ഹാവ് എ സിപ്പ് ഓഫ് വാട്ടർ. പെട്ടെന്ന് 1 ബോട്ടിൽ ഓഫ് വാട്ടർ കുടിച്ചാൽ നല്ല എനർജറ്റിക് ആവും. ഓക്കെ, a factor of a number is an exact divisor of that number. അതെന്താ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. സോ പെട്ടെന്ന് എഴുതി കഴിയുമ്പോ പറ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കോവിന്ദ് എഴുതി കഴിയുമ്പോ പറയണേ, സമയം കളയരുത് കേട്ടോ.
എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്താലോ. ഫാക്ടേഴ്സ് കേട്ടിട്ടുണ്ടോ ഗോവിന്ദ്? സ്കൂളിൽ ഫാക്ടേഴ്സ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ടേം കേട്ടിട്ടുണ്ടോ? അതായത് കേട്ടിട്ടുണ്ട്. എന്താ അറിയാം ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഫാക്ടേഴ്സ്? അതായത് ടൂവിന്റെ ഫാക്ടർ ഏതൊക്കെയാ? അതൊക്കെ മൾട്ടിപ്പിൾസ് അല്ലേ? 2, 4, 6, 8 ഒക്കെ ടൂവിന്റെ മൾട്ടിപ്പിൾസാ. ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഫാക്ടർ ഓഫ് എ നമ്പർ ഈസ് എൻ എക്സാക്ട് ഡിവൈസർ ഓഫ് ദാറ്റ് നമ്പർ. അതായത് തന്നിരിക്കുന്ന നമ്പറിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഡിവൈസർ ആണ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് 12 എന്ന് പറയുന്ന ഒരു നമ്പർ. ഓക്കെ, 12 എന്ന് പറയുന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയായിരിക്കും? 1 എന്തായാലും ഉണ്ടോ അല്ലേ? എന്തുകൊണ്ടാ? 1 into 12 നമുക്ക് എടുക്കാൻ പറ്റില്ലേ? 1 into 12. പിന്നെന്താ? 2 into എത്ര ചെയ്താലും 12 കിട്ടാ? 2 into 6. വെരി ഗുഡ്. 3 into എത്ര ചെയ്താലും 12 കിട്ടാ? 4. 3 into 4 12 കിട്ടും അല്ലേ? അതേപോലെ 4 into എന്തെങ്കിലും ചെയ്താൽ 12 കിട്ടോ? 4 into 3 ചെയ്താൽ 12 കിട്ടും. 5 into എന്തെങ്കിലും ചെയ്താൽ 12 കിട്ടോ? ഇല്ല. 6 into ചെയ്താൽ കിട്ടോ? എന്താ? 6 into 2 ചെയ്താൽ കിട്ടും അല്ലെ? സെയിം ആണ് അത്. 2 into 6 ഉണ്ട്. 3 into 4 4 into 3 സെയിം ആണ്. സോ റിപ്പീറ്റ് ചെയ്തേണ്ട കാര്യമില്ല. സോ ഫാക്ടേഴ്സ് ഏതൊക്കെയാ വരുന്നത്? 1, 12, 2, 6, 3, 4 അല്ലേ? 12 ഉണ്ട്, 2 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 1, 2, 3, 4, 5. 1 ഉണ്ട്, 6. 6 ഫാക്ടേഴ്സ് ആണ് 12 ഉള്ളത്. മനസ്സിലായോ? The factor of a number is an exact divisor of that number. So for example 1 into 12 12 ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? 1 and 12 are factors of 12. ഓക്കെ, അതേപോലെ 2 into 6 12 ആണെങ്കിൽ 2ഉം 6ഉം ആരാ? 12ന്റെ ഫാക്ടേഴ്സ് ആണ്. മനസ്സിലായോ ഗോവിന്ദ? ക്ലിയർ? 3 into 4 12 അല്ലേ? സോ 3ഉം 4ഉം ആരാ? 12ന്റെ ഫാക്ടർ അല്ലേ? Therefore, the factors of 12 are 1, 2, 3, 4, 6 and 12. മനസ്സിലായോ ഗോവിന്ദ്? മനസ്സിലായോ? യെസ്. Now, factors that are common to 2 or more numbers are known as their common factors. Okay? അതായത് ഇപ്പൊ 12ന്റെ ഫാക്ടേഴ്സ് 1, 2, 3, 4 1, 2 പിന്നെ ഏതായിരുന്നു? 1, 2, 3, 4, 6 and 12. ഇങ്ങനെ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട് 12ന്. ഇതേപോലെ ഇപ്പൊ ഞാൻ വേറെ ഒരു നമ്പർ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്പർ 12ന് ആരൊക്കെ ഉണ്ട്? 1, 2, 3, 4, 5, 6. 12ന്റെ ഫാക്ടേഴ്സ് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടല്ലോ 12ന്. നമ്പർ 12ന് we have this much amount of factors. ഇത്രയും ഫാക്ടേഴ്സ് 12 എന്ന് പറയുന്ന നമ്പറിന് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്പർ 14 എടുത്തു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്പർ 10 എടുത്തു എന്ന് വിചാരിക്കും. 10ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ ഗോവിന്ദ? പറഞ്ഞേ. 1 ആദ്യം പറയാ, പിന്നെ 2, പിന്നെ 5. വെരി ഗുഡ്. പിന്നെ 10. ഇത്രയല്ലേ ഉള്ളൂ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിൽ കോമൺ ആയിട്ടുള്ള ആരാ? കോമൺ ഫാക്ടർ ആരാ? രണ്ട് നമ്പറിനും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആരാ? 2. 5 ഉണ്ടോ? 12ന് 5 ഉണ്ടോ? 2 രണ്ടാൾക്കും ഉണ്ട്. 5 രണ്ടാൾക്കും ഉണ്ടോ? ഇല്ല, ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. സോ ഫാക്ടേഴ്സ് ദാറ്റ് ആർ കോമൺ ടു 2 or more numbers are known as their common factors. എഴുതിക്കോ, പെട്ടെന്ന് എഴുതിക്കോ. എഴുതി കഴിഞ്ഞാ പറയാ കേട്ടോ.
ഓക്കെ ഫൈൻ, എഴുതി കഴിഞ്ഞല്ലേ? ഇനി ഇതേപോലെ നമ്മൾക്ക് എക്സാം, ഈ എക്സാമ്പിൾ 12ന്റെ 10ന്റെ എക്സാമ്പിൾ കൂടെ എഴുതിക്കോ. എഴുതിയോ? ആ, ഗോവിന്ദന്റെ അമ്മ ഉണ്ടോ അടുത്ത്? ഒന്ന് അമ്മേനെ വിളിക്കോ ക്യാമറയുടെ മുന്നിലേക്ക്. ആ അമ്മ, യെസ്. ചമ്മലൊന്നും വേണ്ട, കുഴപ്പമില്ല, ഫോക്കസ് മോഡാണ്, വേറെ കുട്ടികളൊന്നും ഇല്ല ക്ലാസ്സിൽ. ഞാൻ വിളിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദ് എങ്ങനെയാ സ്കൂളിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്? അവന് ഏത് സബ്ജക്റ്റാ ഭയങ്കര ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? മാത്സ് തന്നെയാണ് അല്ലെ? അവൻ വീട്ടിലൊന്ന് ഹോംവർക്സ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇപ്പൊ ഞാൻ ട്യൂഷനിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചെയ്യോ? വീട്ടിലിരുന്ന് ചെയ്യാറുണ്ട്, അമ്മ കൂടെ ഇരിക്കാറുണ്ട് അല്ലെ? ആ, കൂടെ ഇരിക്കുമ്പോ ആള് ചെയ്യുന്നുണ്ട് അല്ലെ? ആ, അല്ലാതെ ഇങ്ങനെ മടി കാണിക്കൊന്നുമില്ല, ഹോംവർക്ക് ഒക്കെ കൊടുത്താൽ പ്രോപ്പറായി ചെയ്യും അല്ലെ? ആ. പിന്നെ കെയർലെസ് മിസ്റ്റേക്സ് ആണോ വരുന്നത് എക്സാംസിന് മാർക്കൊക്കെ പോകുന്നത്? ഇങ്ങനെ സൈൻ ഇട്ടില്ല, അല്ലെങ്കിൽ റിമൈൻഡർ ചെയ്താൽ മറന്നു, അങ്ങനെയൊക്കെയാണോ മാർക്ക് പോകുന്നത്? ആ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുള്ളൂ. ഇപ്പൊ ഈ ക്ലാസ്സിൽ ആകെ ഇവൻ മാത്രമേ ഉള്ളൂ, ഈ ചാപ്റ്റർ ചൂസ് ചെയ്തത് ഗോവിന്ദ് മാത്രമേ ഉള്ളൂ. സോ കുഴപ്പമില്ല. ആ അതാ ഞാൻ ചോദിച്ചത്, സ്കൂളിൽ വേറെ ചാപ്റ്റർ ഒന്നും കവർ ചെയ്തില്ലേ, ഏതുവരെ എടുത്തു എന്നൊക്കെ, അതാ ഞാൻ ചോദിച്ചത് സ്റ്റാർട്ടിങ്ങില്. കവർ ചെയ്തിട്ടില്ല, ഓക്കെ ഫൈൻ. പിന്നെ ഇവൻ 2 hours ഒക്കെ കണ്ടിന്യൂസ് ഇരിക്കില്ല അല്ലേ? ഇരിക്കുമല്ലോ അല്ലെ? ശ്രദ്ധിച്ച് ഇരുന്നോളൂ. അമ്മ എന്താ പറയാൻ വന്നത്? മാം എന്താ പറയാൻ വന്നത്? ആ ആ മനസ്സിലായി. ട്യൂഷന്റെ ആണെങ്കിലും വെറുതെ ഇങ്ങനെ റഫ് ബുക്കിൽ അവിടെ ഇവിടെ എഴുതാതെ പ്രോപ്പർ ആയിട്ട് ഒരു ബുക്കൊക്കെ കീപ്പ് ചെയ്തിട്ട് ട്യൂഷനിൽ കൊടുക്കുന്ന ഇമ്പോർട്ടന്റ് നോട്ട്സ് എഴുതാൻ പറയണം. അതായത് നമ്മളെല്ലാം ഇങ്ങനെ ചുമ്മാ എഴുതിപ്പിക്കില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ എഴുതിപ്പിക്കുള്ളൂ. അതെന്തായാലും ബുക്കിൽ ഉണ്ടായിരിക്കണം. അതൊന്ന് മാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ സെപ്പറേറ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, എക്സാമ്പിൾ എഴുതിയോ ഗോവിന്ദ്? എഴുതി കഴിഞ്ഞു. പെട്ടെന്ന് എഴുതിക്കോ. 12 എഴുതിക്കോ. 12ന്റെ ഫാക്ടേഴ്സ് ഏതാന്ന് പഠിച്ചില്ലേ? 1 2 3 4 6 12. അതേപോലെ 10ന്റെ ഫാക്ടേഴ്സ് ഓൾറെഡി പഠിച്ചു. ഗോവിന്ദ് നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. 1 2 5 10. സോ ഇങ്ങനെ 2 ഡിജിറ്റിന്റെയും ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 2ലുള്ള നമ്പർ ആരാ? നമ്പർ 2 അല്ലേ? അപ്പൊ കോമൺ ഫാക്ടർ ആരാ? 2. ഈസി അല്ലേ ഗോവിന്ദേ? ഈസി പീസി. അപ്പൊ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. മൾട്ടിപ്പിൾസ് ഓഫ് 3യും മൾട്ടിപ്പിൾസ് ഓഫ് 5 ഇതുപോലെ 2 സർക്കിൾ വരച്ചിട്ട് എഴുതാട്ടെ. ഇതെങ്ങനെ എഴുതേണ്ടത്? ഇതാ, ആദ്യം ഒരു സർക്കിൾ വരച്ചിട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 3യുടെ മൾട്ടിപ്പിൾസ് ആരൊക്കെ വരും? 3 6 9 12 അങ്ങനെ വരില്ലേ? അതേപോലെ മൾട്ടിപ്പിൾസ് ഓഫ് 5 എഴുതാം. 5ന്റെ ആരൊക്കെ വരും? 5 10 15 20 അങ്ങനെ എഴുതുക. അങ്ങനെ രണ്ടിലും കൂടി കോമൺ മൾട്ടിപ്പിൾസ് ആരാ വരുന്നത് നോക്കുക. ഇപ്പൊ കോമൺ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു, അതേപോലെ കോമൺ മൾട്ടിപ്പിൾസ് ആരാ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ 2 റിംഗ് ഒന്ന് വരച്ചേ ബുക്കില്. മൾട്ടിപ്പിൾസ് ഓഫ് 3 ഒരു സർക്കിളിനകത്ത് എഴുതുക, അതേപോലെ മൾട്ടിപ്പിൾസ് ഓഫ് 5 ഒരു സർക്കിളിനകത്ത് എഴുതുക. കോമൺ ആയിട്ട് വരുന്നത് ഇങ്ങനെ സെന്ററിൽ മാർക്ക് ചെയ്യുക. 30യും 15ഉം രണ്ടിലും കോമൺ ആണ്. എന്തുകൊണ്ടാ? 3 into 10 ചെയ്യുമ്പോൾ 30 കിട്ടും. ആൻഡ് 5ന്റെ എത്ര ചെയ്താൽ 30 കിട്ടും? 5 into 6 ചെയ്താൽ 30 കിട്ടില്ലേ? അതേപോലെ 5 into 3 ചെയ്താൽ 15 കിട്ടും. 3 into 5 ചെയ്താൽ 15 കിട്ടും. മനസ്സിലായോ? സോ നമ്പർ 30 നമ്പർ 15ഉം 3യിലും മൾട്ടിപ്പിൾസ് ഓഫ് 5ലും കോമൺ ആണ്. മനസ്സിലായോ ഗോവിന്ദ്? യെസ്. സോ എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് പറയണം. നമുക്ക് മുന്നോട്ട് പോയാൽ ക്യാൻ വി മൂവ് ഫോർവേഡ്? യെസ്.
So a number for which the sum of all its factors, ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ എല്ലാ സമ്മും എടുത്തു കഴിഞ്ഞാൽ it will be equal to it will be equal to twice the number. It is called a perfect number. അതായത് ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണെന്ന് വെക്കാം, for which the sum of all its factors, ആ നമ്പറിന്റെ എല്ലാ ഫാക്ടേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ it will be equal to the number, തന്നിരിക്കുന്ന നമ്പറിന്റെ ഇരട്ടി ആയിരിക്കും. സോ അങ്ങനെ ഇരട്ടി ആണെങ്കിൽ നമുക്ക് അതിനെ പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദിന് ഓർമ്മ വരും. ഗോവിന്ദ് ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് കുടിച്ചോ നേരത്തെ? ഗോവിന്ദിന്റെ കൂടെ എപ്പോഴും ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ ഇങ്ങനെ വെക്കുക കേട്ടാ. അപ്പൊ അമ്മ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം കുട്ടികൾ കയ്യിൽ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ എപ്പോഴും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ എല്ലാം ശ്രദ്ധിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗോവിന്ദിന് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകും. മനസ്സിലായോ? ഗോവിന്ദ ട്യൂഷൻ ഇരിക്കുമ്പോൾ മാത്രമല്ല, എക്സാമിന് വേണ്ടി പഠിക്കാനിരിക്കുമ്പോഴും കൂടെ ഒരു ബോട്ടിൽ വെള്ളം വെക്കണം. എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം അല്ലെ? കുളിക്കാനാണോ? അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ബോഡി ഭയങ്കര ഹൈഡ്രേറ്റഡ് ആവും. മനസ്സിലായോ? സോ ഓക്സിജൻ കണ്ടന്റ് കൂടും ബോഡിയിലുള്ളത്. അപ്പൊ നമ്മൾക്ക് നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റും ക്ലാസ്സിൽ. ഓക്കെ ഗുഡ് ബോയ്. യെസ്. സോ ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ 6 and 28. ഈ രണ്ട് നമ്പർ ആണ് തന്നിട്ടുള്ളത്, 6ഉം 28ഉം. സോ 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 2 3 6. 1 2 3 6. സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 6 അല്ലേ? 6ന്റെ എല്ലാ ഫാക്ടേഴ്സിന്റെ സം എടുക്കാണ്. 1 + 2 + 3 + 6. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 12 കിട്ടി അല്ലേ? ഓക്കെ, ആ 12നെ നമുക്ക് എന്തായിട്ട് എഴുതാം? 2 × 6 ആയിട്ട് എഴുതാം അല്ലേ? ഈസി. ഇനി ഫാക്ടേഴ്സ് ഓഫ് 28 ഏതൊക്കെയാ? 1 2 4 7 14 28. സോ സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 28 ചെയ്യാണ്. 1 + 2 + 4 + 7 + 14 + 28. അങ്ങനെ ചെയ്തപ്പോ 56 കിട്ടി. 56 ആരുടെ ട്വൈസ് ആണ്? 2 × 28 ചെയ്താ 56 കിട്ടും. അതായത് a number for which sum of all its factors is equal to twice the number is called a perfect number. അതായത് 6ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1 2 3 6. ഇത് ആഡ് ചെയ്തപ്പോൾ ആരെ കിട്ടി? 12 കിട്ടി. ഓക്കെ, സോ ആ 6 ട്വൈസ് ദ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 6 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 12 തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ നമ്പറിനെ എന്ത് വിളിക്കാം? പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കും. ഇനി 28 എടുക്കുമ്പോൾ 1 2 4 7 14 28 അങ്ങനെ എടുത്തിട്ട് എല്ലാ നമ്പറും ആഡ് ചെയ്തപ്പോൾ 56 കിട്ടി. അപ്പൊ നമ്പർ ഏതാ? 28. 28നെ 2 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ 56 കിട്ടുന്നുണ്ടോ? കിട്ടുമോ ഗോവിന്ദ? കിട്ടുമല്ലേ? സോ നമ്മൾക്ക് 28നെ പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? 28ന്റെയും എല്ലാ ഫാക്ടേഴ്സിന്റെ സം എടുത്തിട്ട് 28നെ 2 കൊണ്ട് ട്വൈസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 56 കിട്ടും അല്ലെ? നമ്പർ ഫോർ വിച്ച് സം ഓഫ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ അല്ലെ? തന്നിരിക്കുന്ന നമ്പറിന്റെ ഇരട്ടി ആയിരിക്കും. സോ തന്നിരിക്കുന്ന നമ്പർ 28ന്റെ ഇരട്ടി 56. ആൻഡ് ഇതേപോലെ അതിന്റെ ഫാക്ടേഴ്സ് എല്ലാം ആഡ് ചെയ്താൽ നമുക്ക് 56 തന്നെ കിട്ടും. അതേപോലെ നമ്പർ 6ന്റെ ഇരട്ടി എത്ര? 2 × 6 12 കിട്ടും. അതേപോലെ അതിന്റെ ഫാക്ടേഴ്സ് എല്ലാം ആഡ് ചെയ്താലും നമുക്ക് 12 തന്നെ കിട്ടും. അങ്ങനെ രണ്ടും മാച്ച് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കാം. മനസ്സിലായോ? സോ നമുക്കൊരു നമ്പർ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. നമ്പർ 4. ഓക്കെ, 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 2 4. ഈ മൂന്നെണ്ണാണ് 4ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് ആദ്യം നോക്കാം. 1 + 2 + 4. 1 + 2 3 ആണ്. 3 + 4 എത്രയാ? 7 ആണ്. ഓക്കെ, ഇനി നമ്പർ നമ്മൾ എടുത്ത നമ്പർ ഏതാ? 4 അല്ലേ? അപ്പൊ ട്വൈസ് ദ നമ്പർ എന്ന് പറയുമ്പോൾ 2 × 4 ചെയ്യണം. 2 × 4 ചെയ്താ 8. സോ പക്ഷെ സം ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ് നമുക്ക് എത്ര? 7 ആ കിട്ടുന്നത്. സോ എന്താ തോന്നുന്നത് ഗോവിന്ദിന്? അതൊരു പെർഫെക്റ്റ് നമ്പർ ആണോ? എന്തുകൊണ്ടാ? അതിന്റെ സമ്മും ഈ ഫാക്ടേഴ്സിന്റെ സമ്മും അതിനെ ട്വൈസ് എടുത്താലും കിട്ടുന്ന നമ്പേഴ്സ് രണ്ടും സെയിം ആണോ? ഈക്വൽ ആണോ? സം ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് എത്ര കിട്ടിയത് ഗോവിന്ദ? 7. 2 ടൈംസ് ദ ഗിവൺ നമ്പർ ചെയ്തപ്പോ എത്ര കിട്ടേ? 8. അപ്പൊ രണ്ട് ഈക്വൽ ആണോ? അപ്പൊ പെർഫെക്റ്റ് നമ്പർ ആണോ? അല്ല. മനസ്സിലായില്ലേ? എഴുതിക്കോ, പെട്ടെന്ന് എഴുതിക്കോ. ഈ പോയിന്റ് എഴുതണം. ഫസ്റ്റ് പോയിന്റ് എഴുതണം. എ നമ്പർ ഫോർ വിച്ച് ദ സം ഓഫ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ദാറ്റ് ഈസ് കോൾഡ് എ പെർഫെക്റ്റ് നമ്പർ.
ഓക്കെ, അതിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഓരോ സ്റ്റെപ്പും പറഞ്ഞിട്ടുണ്ട്. ക്വിക്ക്. പിന്നെ ഒരു അഡീഷണൽ എക്സാമ്പിൾ പോലെ നമ്മൾ നമ്പർ 4 എടുത്തു. ക്വിക്ക് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ലെറ്റ്സ് നോ വേസ്റ്റ് ടൈം. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എഴുതിയല്ലേ? ഓക്കെ ഫൈൻ. ഇനി നമ്മൾക്ക് ഈ ഇതിലുള്ള എല്ലാ പോയിന്റ്സും എഴുതിയോ? എല്ലാ പോയിന്റ്സും എഴുതിയോ? ഓക്കെ ഓക്കെ ഫൈൻ. ഈ എക്സാമ്പിൾ 4 എഴുതിയോ? എക്സാമ്പിൾ 4 അതും കൂടി എഴുത് ക്വിക്ക്. എന്നിട്ട് വേറെ ഒരു നമ്പർ കൂടി തരാം. എഴുതി. ഓക്കെ, സോ നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ ഒരു എക്സാമ്പിൾ തരാണ്. ഗോവിന്ദ് നമ്പർ 14 ഒരു പെർഫെക്റ്റ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്തേ പെട്ടെന്ന്. ആൻസർ കിട്ടുന്നുണ്ടോ നോക്കട്ടെ ക്വിക്ക്. ആദ്യം നമ്പർ 14ന്റെ ഫാക്ടേഴ്സ് എടുക്കുക, അത് ആഡ് ചെയ്ത് നോക്കുക. പിന്നെ നമ്പർ 14 ഇൻറ്റു 2 ചെയ്ത് നോക്കുക. സോ ഇൻറ്റു 2 ചെയ്യുമ്പോഴും നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും കിട്ടുന്ന വാല്യൂ സെയിം ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് നമ്പർ ആണ്. സെയിം അല്ലെങ്കിൽ അതൊരു പെർഫെക്റ്റ് നമ്പർ അല്ല. തിങ്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് എഴുതിക്കോട്ടാ. കഴിഞ്ഞോ? ഓക്കെ ഓക്കെ ഫൈൻ. സോ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഓക്കെ എക്സെട്ര. സോ ഇങ്ങനെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ പെർഫെക്റ്റ് നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്പർ 1 പെർഫെക്റ്റ് നമ്പർ ആണോ? 1ന്റെ ഫാക്ടർ ഏതാ? 1 തന്നെ അല്ലേ? 1ന്റെ ഫാക്ടേഴ്സ് ആഡ് ചെയ്താൽ 1 തന്നെ കിട്ടും അല്ലേ? സോ 1 എക്സെപ്ഷണൽ കേസ് ആണ്. നമുക്ക് 2 എടുത്ത് നോക്കാം. 2ന് നമുക്ക് ആരൊക്കെ ഉണ്ട്? 1 സെക്കൻഡ്. നമ്പർ 2 എടുത്തു കഴിഞ്ഞാൽ 2ന്റെ ഫാക്ടേഴ്സ് എത്ര? ആരൊക്കെയാ? 2ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാടാ? 1ഉം 2ഉം അല്ലേ? നമ്പർ 1ഉം 2 അല്ലേ 2ന്റെ ഫാക്ടേഴ്സ്? ഓക്കെ. 3ന്റെ ഫാക്ടേഴ്സോ? 1ഉം 3ഉം. 2ന്റെ കേസിൽ നമ്മൾക്ക് ആരൊക്കെ ഉണ്ട്? നമ്പർ 2ന്റെ കേസിൽ നമുക്ക് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. 1ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 കിട്ടും
2 times 2 ചെയ്ത 3 കിട്ടോ? 2 into 2 3 കിട്ടോ? ഇല്ല, ഇത് 4 ആണ്. സോ 2 പെർഫെക്റ്റ് നമ്പർ ആണോ? അല്ല, 2 പെർഫെക്റ്റ് നമ്പർ അല്ല. ഇനി നമ്പർ 1ന്റെ ഫാക്ടർ 1 തന്നെയാണ്. സോ ആഡ് ചെയ്യാനൊന്നുമില്ല. ഇനി 2 into 1 ചെയ്ത് എത്ര? 2 കിട്ടും. ഇത് രണ്ടും പെർഫെക്റ്റ് നമ്പർ ആണോ? രണ്ട് ഈക്വൽ അല്ലാത്തതുകൊണ്ട് പെർഫെക്റ്റ് നമ്പർ ആണോ? അല്ല. ഇനി 3ന്റെ ഫാക്ടേഴ്സിന്റെ കേസിൽ നമുക്ക് ആരൊക്കെ ഉണ്ട്? 1ഉം 3ഉം ഉണ്ട്. 1ഉം 3 ആഡ് കഴിഞ്ഞാൽ 1 + 3, സോ അത് 4 ആവും. ആൻഡ് 2 times 3 എത്ര? 6 ആവും. സോ അത് പെർഫെക്റ്റ് നമ്പർ ആണോ 3? അല്ല. ഗോവിന്ദ് ഹെഡ് സപ്പോർട്ട് ചെയ്തിരിക്കല്ലേ? പ്രോപ്പർ ആയിട്ട് ഇരിക്കുക ക്ലാസ്സിൽ. യെസ്. എന്ത് സംഭവിക്കടാ? എപ്പോഴും നമ്മൾ ഹെഡ് സപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വിൽ ഹാവ് ദ പാസീവ് മെമ്മറി. മനസ്സിലായോ? പാസീവ് മെമ്മറിയിലേക്ക് സിഗ്നൽ പോകും. അതുകൊണ്ടാണ് 4 നമ്മൾ ഓൾറെഡി പഠിച്ചു. 4 പെർഫെക്റ്റ് നമ്പർ അല്ല. ഇനി നമ്പർ 5 ഒന്ന് പറഞ്ഞേ. നമ്പർ 5 പെർഫെക്റ്റ് നമ്പർ ആണോ? അല്ല, 5 പെർഫെക്റ്റ് നമ്പർ അല്ല. അപ്പൊ 5ന്റെ ഫാക്ടേഴ്സ് നോക്കാം. 5ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1ഉം 5ഉം. സോ 1 + 5 ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. പക്ഷെ 2 into 5 എത്രയാ? 10 ആണ്. സോ 5ഉം പെർഫെക്റ്റ് നമ്പർ അല്ല. മനസ്സിലായോ? 5ഉം പെർഫെക്റ്റ് നമ്പർ അല്ല. അങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ ചെക്ക് ചെയ്തേ. 6 7 8 9 10 11 12 13 14 15 പെട്ടെന്ന് ചെക്ക് ചെയ്തേ. നമ്മളിപ്പോ 5 ചെക്ക് ചെയ്തു. 6 ഈസി അല്ലേ? 6 ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തു. 28ഉം ചെക്ക് ചെയ്തു. അപ്പൊ 6 വേണ്ട. 7 തൊട്ട് ചെക്ക് ചെയ്താൽ മതി. ഗോവിന്ദ് 7 8 9 10 നോക്ക്. 11 12 13 14 നമുക്ക് ഒരുമിച്ച് നോക്കാം. ക്വിക്ക്. എന്താ കേട്ടില്ല? 10 പെർഫെക്റ്റ് നമ്പർ ആണെന്നാണ് ഗോവിന്ദ് പറയുന്നത്. നമുക്ക് നോക്കാം. 1 സെക്കൻഡ്. അല്ല, എന്താ ഉറപ്പ്? ആണോ? നമുക്ക് നോക്കാം. ഓക്കെ, 10ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1 2 5 10 അല്ലേ? So sum of factors 1 + 2 + 5 + 10. 1 + 2 3, 3 + 5 8, 8 + 10 18. ഓക്കെ, ഇനി 2 times 10 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 20. ഇവ രണ്ടും ഈക്വൽ ആണോ? നോട്ട് ഈക്വൽ അല്ലേ? സോ 10 പെർഫെക്റ്റ് നമ്പർ അല്ല. ഇനി നോക്ക് 7 8 9 നോക്ക് പെട്ടെന്ന്. എഴുതി നോക്ക് ഗോവിന്ദ്. 7 8 9 നോക്കുക. പിന്നെ 10 നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തു. 11 12 നോക്കുക. കഴിഞ്ഞോ ഗോവിന്ദ? പെട്ടെന്ന്. ആരാ ഈ 7 ആണോ പെർഫെക്റ്റ് നമ്പർ ആണോ? 7ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1ഉം 7ഉം. 1ഉം 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടും. 2 times 7 ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടോ? 14. അപ്പൊ ഇത് പറ്റില്ല. അടുത്ത എന്താ? 8. 8ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1 2ഉം 4ഉം ഇല്ലടാ, മറന്നുപോയല്ലേ? 2ഉം 2 into 4 എത്ര കിട്ടും? 8 കിട്ടില്ലേ? മറന്നുപോയത് കേട്ടോ. 1 2 4 8. ഓക്കെ, സോ 8ന്റെ ആരൊക്കെയാ? 1 2 4 8. ഓക്കെ, 8ന്റെ ഫാക്ടേഴ്സ് ഇവരൊക്കെയാണ്. ഇതിന്റെ സം എടുത്ത് നോക്കാം. 1 + 2 + 4 + 8. 1 + 2 3, 3 + 4 7, 7 + 8 എത്ര? 15 കിട്ടി. ഇനി 2 times 8 ചെയ്താ 15 കിട്ടോ?
2 times 8 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ബിക്കോസ് സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെയല്ലടാ പറയുന്നത്, ട്വൈസ് ദ ഗിവൺ നമ്പർ, തന്നിരിക്കുന്ന നമ്പറിന് ട്വൈസും ഈ തന്നിരിക്കുന്ന ഫാക്ടേഴ്സിന്റെ സമ്മും ഈക്വൽ ആയാൽ നമുക്ക് പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കാം അല്ലേ. സോ തന്നിരിക്കുന്ന നമ്പർ 8ന്റെ ഫാക്ടേഴ്സ് ആണ് 1 2 4 8. ഇവർ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആ തന്നിരിക്കുന്ന നമ്പറിന് ട്വൈസും എടുത്തു കഴിഞ്ഞാൽ സെയിം കിട്ടുമെന്ന് നോക്കണം. തന്നിരിക്കുന്ന നമ്പർ 8 ആണ്, അതിന്റെ ട്വൈസ് എടുത്തു കഴിഞ്ഞാൽ 16 ആണ് വരിക. സോ ഈ 16 15 മാച്ച് ചെയ്യുന്നില്ല അല്ല, അൺഈക്വൽ ആണ്. സോ അത് പെർഫെക്റ്റ് നമ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഇനി 9ന്റെ നീ പറഞ്ഞ, ഞാൻ ചെയ്യാം, നീ പറയണം. 9ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1 3 9, അത്രേ ഉള്ളൂ. ഓക്കെ, 1ഉം 3ഉം 9ഉം ഈ 3 ആൾക്കാരാണ്. ഇനി ഇവരുടെ സം എടുക്കാണ് 1 + 3 + 9. 1 + 3 എത്രയാ? 4 അല്ലെ. 4 + 9ഓ? 13. 5 6 എന്തിനാ കൂട്ടുന്നത്? 9ന്റെ കൂടെ 4 ആഡ് ചെയ്ത പോരെ ഗോവിന്ദേ? 1 2 3 4 തിരകൾ വന്നേ ചാഞ്ചാടും തീരുമോസ്റ്റല്ലേ, അങ്ങനെയാണോ? ടിനേജ് സാർ ഭയങ്കര സീനാണല്ലേ. നമ്മളുടെ ഇവിടെ ഒരു ടെക്നിക്കൽ കോർഡിനേറ്റർ ഉണ്ട്, ഒരു ടിനേജ് സാർ ഇതുപോലെ പാട്ടൊക്കെ പാടി നടക്കും. ഗോവിന്ദ് അങ്ങനെയാണോ? പാട്ടൊക്കെ പാടോ? തമാശക്ക് വെറുതെ സിനിമയിലൊക്കെ കാണുമ്പോ, ടിവിയിലൊക്കെ കാണുമ്പോ? ഇല്ല. ഓക്കെ. അപ്പൊ ഗോവിന്ദ എപ്പോഴും 9 + 4 ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ കൈകൊണ്ട് കൂട്ടേണ്ട കാര്യമില്ല കേട്ടോ. നോർമൽ അഡീഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ 1 ഡിജിറ്റ് ഒക്കെ ആണ് കയ്യിൽ കൂട്ടാം, വലിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ കയ്യിൽ കൂട്ടി നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ടഫ് ആവില്ലേ? യെസ്. ഓക്കെ. ഇനി 1 + 3 + 9 ചെയ്തപ്പോ 13 കിട്ടി. ഇനി 2 times 9 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ? 13 18 ആണ് കിട്ടുക. സോ 9 പെർഫെക്റ്റ് നമ്പർ ആണോ? കോവിന്ദ് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിൽ, പറഞ്ഞോ. 9 പെർഫെക്റ്റ് നമ്പർ ആണോ? അല്ല. ഇനി ഗോവിന്ദ് പറ, നമ്പർ 11 എടുത്തു കഴിഞ്ഞാ നമ്പർ 11 ഒരു പെർഫെക്റ്റ് നമ്പർ ആണോ എന്ന് പറ. What do you think? Number 11, is it a perfect number or not? 11ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞ? 1 11. പിന്നെ ആരെങ്കിലും ഉണ്ടോ 11ന്റെ ഫാക്ടേഴ്സ് ആയിട്ട്? ഇല്ല. 11ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് 1ഉം 11ഉം മാത്രമേ ഉള്ളൂ അല്ലേ, വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ അങ്ങനെ ആവുമ്പോ 2 times 11 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 22 കിട്ടും. ഈ 22ഉം ഈ സമ്മും തമ്മിൽ ഒരു മിനിറ്റ്, ഇത് ആഡ് ചെയ്യുന്ന 1 + 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 കിട്ടും. 1 + 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. സോ ഈ 12ഉം 22ഉം നല്ല ഡിഫറൻസ് ഇല്ലേ അല്ലെ രണ്ടും? സോ പ്രൈം നമ്പർ ആണെന്ന് പറയാൻ പറ്റുമോ 11? സോറി, പ്രൈം നമ്പർ അല്ല, പെർഫെക്റ്റ് നമ്പർ ആണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറ്റും? അല്ല, ഇത്രയും സമയം പെർഫെക്റ്റ് നമ്പർ എന്താന്നാ പഠിച്ചേ ഗോവിന്ദ? 11 പെർഫെക്റ്റ് നമ്പർ അല്ല, കാരണം സം ഓഫ് ദി ഫാക്ടേഴ്സ് ചെയ്യുമ്പോ 12 അല്ലെ, 2 times ദ നമ്പർ ചെയ്യുമ്പോ 22. സോ ഒബ്വിയസ്ലി പെർഫെക്റ്റ് അല്ല. മനസ്സിലായോ? ഇനി 1 second. ഇനി അടുത്തത് വരുന്നത് 1 second. The numbers 13 and 31 are prime numbers. Both these numbers have same digits 1 and 3. Find such pair of prime numbers up to 100. Try ചെയ്ത് നോക്കോ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോ ഗോവിന്ദിന്? എന്താ പ്രൈം നമ്പേഴ്സ്? ഒന്നിന്റെയും ടേബിളിൽ വരാത്തത്, അതായത് നമ്പറും ആ പെർട്ടിക്കുലർ നമ്പറും ഒന്നും മാത്രമേ അതിന്റെ ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ, വേറെ ഒരു ഫാക്ടറും ഉണ്ടാവില്ല അതിന്. മനസ്സിലായോ? സോ നമ്പർ 13ഉം 31ഉം പ്രൈം നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് ദീസ് നമ്പേഴ്സ് ഹാവ് സെയിം ഡിജിറ്റ്സ് 1 and 3 അല്ലെ. രണ്ട് നമ്പേഴ്സിനും 1ഉം 3ഉം സെയിം ഡിജിറ്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് സച്ച് പെയർ ഓഫ് പ്രൈം നമ്പേഴ്സ് അപ് ടു 100 വരെ ഉള്ളതിൽ അതുപോലത്തെ പെയേഴ്സ് ഒന്ന് കണ്ടുപിടിക്കുക. 13ഉം 31ഉം പോലത്തെ പെയേഴ്സ്. മനസ്സിലായോ ഗോവിന്ദ്? ക്വിക്ക് 2 minutes തരും. ഗോവിന്ദ് എങ്ങനെ ഈ ക്വസ്റ്റിനെ ട്രാക്കിൾ ചെയ്യുന്നത് നോക്കാം, എന്നിട്ട് ഞാൻ തന്നെ ചെയ്തു തരും. ഓക്കെ, ക്വിക്ക്.
എന്നിട്ട് എക്സാം ഒക്കെ ഞാൻ ഇവിടെ ആക്ടിവേറ്റ് ചെയ്ത് വെക്കാം. ക്വിക്ക്. പറഞ്ഞോ ഗോവിന്ദ. അല്ലല്ല ഫൈൻ സച്ച് പേയേഴ്സ് ഓഫ് പ്രൈം നമ്പേഴ്സ് അപ് ടു 100. 100 വരെ ഉള്ളതിൽ 100 വരെ 100 വരെ എടുത്തു നോക്കുമ്പോ ഏതൊക്കെ നമ്പറാണ് ഇതുപോലെ 13ഉം 31ഉം പോലെ ഉള്ളത്. 13ഉം 31ഉം രണ്ടും പ്രൈം നമ്പേഴ്സ് അല്ലേ? ആൻഡ് രണ്ടിനും 1ഉം 3ഉം അല്ലേ ഡിജിറ്റ്സ് ഉള്ളത്? അതേപോലെ 12ഉം 21ഉം നോക്കുക, ഓരോ നമ്പേഴ്സ് നോക്കുക കേട്ടാ. യെസ്, എന്നിട്ട് പറ ക്വിക്ക്. ഞാൻ 2 minutes തരും. എത്ര ക്വിക്കായിട്ട് ചെയ്യുന്നത് നോക്കട്ടെ ഗോവിന്ദ്. ചെയ്തു. എത്ര കിട്ടി ഗോവിന്ദ്? ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര കിട്ടിയത്? 13ഉം 31ഉം എടുത്തു നോക്കുമ്പോ എന്താ പറയാ, 13ഉം 31ഉം പോലെ. ഒരു മിനിറ്റ്, കേൾക്കുന്നുണ്ടല്ലോ ഗോവിന്ദ്? കേൾക്കുന്നുണ്ട്. അതായത് നമ്പേഴ്സ് 13ഉം 31ഉം പോലെ ഏതൊക്കെ പേയേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് അപ് ടു 100ൽ നമ്മൾക്ക് എടുക്കാൻ പറ്റുക? 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? കുറെ നമ്പേഴ്സ് ഉണ്ടോ? എഴുതി നോക്കിയാലോ നമുക്ക്. ആരൊക്കെയാ? 1 പ്രൈം നമ്പർ ആണോ? 1ന് 2 ഫാക്ടേഴ്സ് ഉണ്ടോ? 1 മാത്രമേ ഉള്ളൂ. 1ഉം വേറെ ഡിജിറ്റും കൂടി ഫാക്ടർ വേണം. ഓക്കെ, മാക്സിമം 2 ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. സോ 1 പ്രൈം നമ്പർ അല്ല. സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാ ഗോവിന്ദ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2. വെരി ഗുഡ്. സോ 2 ഒരു പ്രൈം നമ്പർ ആണ്. 2. പിന്നെ ഏതാ? 3. 4 പ്രൈം നമ്പർ ആണോ? 4ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ പ്രൈം നമ്പർ ആണോ? അല്ല, മാക്സിമം 2 ഫാക്ടേഴ്സ് മാത്രമേ പാടുള്ളൂ. യെസ്. പിന്നെ 5 പ്രൈം നമ്പർ ആണോ? വെരി ഗുഡ്. 7. 6ഓ? 6ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെ? ആലോചിച്ച് നോക്കിയേ. 1ഉം 6 മാത്രമേ ഉള്ളൂ.
1 6 മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 ഉണ്ട്, 2 ഉം 3 ഉം ഇല്ലേ? 2 into 3 6 അല്ലേ? സോ പ്രൈം നമ്പർ അല്ലല്ലോ, 4 ഫാക്ടേഴ്സ് ഇല്ലേ അല്ലേ ഗോവിന്ദ? യെസ്. അങ്ങനെയാണെങ്കിൽ 8 പ്രൈം നമ്പർ ആണ്. 8 1 ഉണ്ട്, 8 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട് അല്ലേ? 2 into 4 8 അല്ലേ? സോ 8 പ്രൈം നമ്പർ അല്ല. 9 9 പ്രൈം നമ്പർ അല്ല. ഓക്കെ, വെരി ഗുഡ്. എന്തുകൊണ്ടാണ് 9 പ്രൈം നമ്പർ അല്ലാത്തത്? 1 ഉണ്ട്, 9 ഉണ്ട്, 3 ഉണ്ട്. വെരി ഗുഡ്. 10 പ്രൈം നമ്പർ ആണോ? 10 ആരൊക്കെ ഉണ്ട്? 1 2 5 10 ഉണ്ട്. അപ്പൊ 10 പ്രൈം നമ്പർ അല്ല. 11 11 പ്രൈം നമ്പർ അല്ല. എന്തുകൊണ്ടല്ല? 1 11 മാത്രമല്ലേ ഉള്ളൂ ഫാക്ടേഴ്സ്. അതേപോലെ 13 17 19 1 19 മാത്രമേ ഉള്ളൂ. 17 ആണെങ്കിൽ 1 17 മാത്രമേ ഉള്ളൂ അല്ലെ? അങ്ങനെ പോകും. 20 എന്തായാലും അല്ല. ഈവൻ നമ്പേഴ്സ് നമ്മൾ അധികം കൺസിഡർ ചെയ്യേണ്ട. 21 പ്രൈം നമ്പർ ആണോ? 21 അല്ല അല്ലെ? 3 into 7 എടുത്തു കഴിഞ്ഞാൽ 21 കിട്ടും. സോ 21 പ്രൈം നമ്പർ അല്ല. സോ അങ്ങനെ പോകുമ്പോൾ 23 കിട്ടും. 25 അല്ല. 27 എടുക്കാൻ പറ്റുമോ? ഇല്ല, 27 എടുക്കാൻ പറ്റില്ല. പിന്നെ ആരാ എടുക്കാം? 29 എടുക്കാം, 31 എടുക്കാം, 33 എടുത്തൂടെ? 33 എടുക്കാൻ പറ്റില്ല അല്ലെ? 33 പ്രൈം നമ്പർ അല്ല. എന്തുകൊണ്ടാ? 33ക്ക് ആരാ ഉള്ളത്? ആരൊക്കെ ഉള്ളത്? 11 into 3 33 അല്ലേ? സോ 33 എടുക്കാൻ പറ്റില്ല. 35 എടുക്കാൻ പറ്റില്ല. 7 into 5 35 ആണ്. സോ എന്തെടുത്തു? 37 എടുത്തു അല്ലെ? 37 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരെ കിട്ടും? 41 43 47 53 59 61 67 71 73 79 83 89 പിന്നെന്താ വരിക? 97. സോ ഇത്രയും നമ്പേഴ്സ് ആണ് 100-നുള്ളിലുള്ള പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? ഈ 30-നും 31-നും പോലെയുള്ള പേഴ്സിനെ ചൂസ് ചെയ്യാൻ, രണ്ട് നമ്പർ ചൂസ് ചെയ്യണം. അതേപോലെ ഇപ്പൊ 30-നും 31-നും എടുത്തു കഴിഞ്ഞാൽ കോമൺ ഡിജിറ്റ്സ് അല്ല രണ്ട് നമ്പറിലുള്ളത്. രണ്ട് നമ്പറിൽ ഒരു 1-ഉം ഒരു 3-ഉം ആണ് ഉള്ളത്. അതേപോലെ ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ഇവിടെ ഉള്ളത്? രണ്ട് ഡിജിറ്റ് വേണ്ടേ? 30-നും 31-നും എടുക്കുമ്പോ അതിൽ രണ്ട് ഡിജിറ്റ് ഉണ്ട്, 1-ഉം 3-ഉം അല്ലെ? സോ അതേപോലെ രണ്ട് ഡിജിറ്റ് മാത്രമുള്ള ഒരു പെയർ ഓഫ് നമ്പേഴ്സ് പറഞ്ഞേ. ഏതൊക്കെ നമ്പറാ? ഒരെണ്ണം പറഞ്ഞായിരുന്നാ? എടാ 30-നും 31-നും എടുത്തു കഴിഞ്ഞാ 30-ൽ ആരുണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട്. അതേപോലെ 31-ൽ ആരുണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട്. അതേപോലെ ഏതെങ്കിലും രണ്ട് നമ്പർ എടുക്കുക. ആ രണ്ട് നമ്പറിലെയും ഡിജിറ്റ്സ് സെയിം ആയിരിക്കണം. ആരാ ഉള്ളത്? ഏതൊക്കെ രണ്ട് നമ്പറാ? 30-നും 31-നും എടുക്കുമ്പോൾ അതിന്റെ രണ്ടിനും ഡിജിറ്റ്സ് സെയിം ആണ്. 1 ഉണ്ട്, 3 ഉണ്ട്. അതുപോലെ ഏതൊക്കെ പേരാ ഉള്ളത്? 30-നും 31-നും നമ്മൾ ഓൾറെഡി എടുത്തു. ഓക്കെ, സോ 30-നും 31 നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തു. പിന്നെ ആരല്ലേ? 17 ഉണ്ട് അല്ലെ? 17 പോലെ തന്നെ ഈ രണ്ട് ഡിജിറ്റ് മാത്രമുള്ള വേറെ ഏത് നമ്പർ ഉള്ളേ? 1 7 മാത്രമുള്ള വേറെ ഏത് നമ്പറാ ഉള്ളത് പ്രൈം നമ്പേഴ്സിൽ? 70 ഉണ്ടോ? 17 ഉണ്ട്. 17-നും പിന്നെ അതിന്റെ കൂടെ ആരാ പേര്? 79 എടാ 17-ൽ 1-ഉം 7-ഉം ഉണ്ട്. 79-ൽ 7-ഉം 9-ഉം ഇല്ല. അപ്പൊ അത്ര 3 ഡിജിറ്റ് ആയില്ലേ? 2 ഡിജിറ്റ് മാത്രമേ പാടുള്ളൂ. 30-നും 31-നും എടുക്കാൻ പറ്റും. കാരണം 30-ലും 31-ലും ആകെ 2 ഡിജിറ്റേ ഉള്ളൂ. 30-ൽ 1-ഉം 3-ഉം 31-ലും 1-ഉം 3. രണ്ടിലും 1-ഉം 3 ആണ്. സെയിം ഡിജിറ്റ് ആണ്. വേറെ 2 വന്നില്ല, 4 വന്നില്ല, പുതിയൊരു നമ്പർ വന്നില്ല. പക്ഷെ 17-നും 79-നും എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇവിടെ 1-ഉം 7-ഉം ഉണ്ട്, ഇവിടെ 7-ഉം 9-ഉം ഉണ്ട് അല്ലേ? വേറെ വേറെ ഡീറ്റെയിൽ എടാ. ഇവിടെ 1 7 ആണെങ്കിൽ ഇവിടെയും 1 7 മാത്രമേ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? 17-ൽ 1-ഉം 7-ഉം ഉണ്ട്. അതേപോലെ 1-ഉം 7-ഉം മാത്രമുള്ള വേറെ ഏത് നമ്പറാ ഉള്ളത്? ഒന്ന് നോക്കിയേ.
7 മാത്രമുള്ള നമ്പർ ഏതാ ഉള്ളത്? ആ നമ്പറിൽ ആകെ 2 ഡിജിറ്റ് മാത്രമേ പാടുള്ളൂ. അതിൽ 1ഉം 7ഉം മാത്രമേ പാടുള്ളൂ. 13ഉം 31ഉം. അതേപോലെ ആരാ ഉള്ളത്? 17ഉം എടാ ഗോവിന്ദേ, അതിൽ 2ഉം 3ഉം ഇല്ലേ? 17ലുള്ള ഡിജിറ്റ് മാത്രമേ മറ്റേ നമ്പറിൽ ഉണ്ടാവാൻ പാടുള്ളൂ. 23ൽ 2ഉം 3 പുതിയ നമ്പർ ഒന്നും പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? മാം കോൾ കീർത്തി. മാം കോൾ കീർത്തി. യെസ്, കോൾ കീർത്തി. എടാ 30നും 31 എടുക്കുമ്പോ 30ലും 1 ഉണ്ട്, 31ലും 1 ഉണ്ട്, 30ല് 3 ഉണ്ട്, 31ലും 3 ഉണ്ട്. അതേപോലെ 17ല് മാച്ച് ചെയ്യുന്ന ആരാളെ? വെരി ഗുഡ്. എത്ര? 71 അല്ലേ? 17നും 71ഉം അടിച്ചേ. ഹൈ ഫൈവ്, ഹൈ ഫൈവ്. ഫൈനലി കിട്ടിയില്ല നമുക്ക്. യെസ്. ഇനി 17നും 71ഉം പോലെ വേറെ ഏത് നമ്പർ ഉള്ളത്? ആലോചിച്ചോക്കെ. 19 അനുസരിച്ച് 91 ഉണ്ടോ? ഇല്ല. 23ക്ക് പോലെ 32 ഉണ്ടോ? ഇല്ല. 29 പോലെ 92 ഉണ്ടോ? ഇല്ല. അതുപോലെ നോക്കിയേ ഏതൊക്കെ വേറെ ഏത് പേർ പറ്റുമെന്ന് നോക്കിയേ. ക്വിക്ക്. 97ഉം ആരാ ഉള്ളത്? 90 ഇല്ലല്ലോ. 19ല് 1 ഉണ്ട്, 9 ഉണ്ട്. ഇവിടെയും 1ഉം 9 ആണോ? അപ്പൊ പറ്റില്ലല്ലോ. ഒരേ ഡിജിറ്റ് മാത്രമേ പറ്റുള്ളൂ. ഈ നമ്പറിലുള്ള അതേ ഡിജിറ്റ് മറ്റേ നമ്പറിലും ഉണ്ടാവണം. അങ്ങനെ നോക്കുമ്പോ വേറെ ആരാ ഉള്ളത്? വേറെ 2 ആൾക്കാർ കൂടി ഉണ്ട്. 97ല് 9ഉം 7ഉം ഉണ്ട്. വേറെ 9ഉം 7ഉം ഉള്ള വേറെ ഏത് നമ്പർ ഉള്ളത്? നീ 97 പറഞ്ഞു. 97 പോലെ വേറെ ഒരു നമ്പറും കൂടി ഉണ്ടല്ലോ. 9ഉം 7ഉം ഉള്ള വേറെ ഏത് നമ്പറാ ഉള്ളത്? ആരാ? അല്ല, 9ലും 7ലും ഏതൊക്കെ ഡിജിറ്റാ ഉള്ളത് ഗോവിന്ദ? 59ല് 9ഉം 7ആ? അടി. 9ഉം 7ഉം ഉള്ള വേറെ ഏത് നമ്പറാ ഉള്ളത്? ഒന്ന് നോക്കിയേ. 97 എന്ന് പറഞ്ഞ നമ്പർ ആണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ നമ്മൾക്കുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാ? 9ഉം 7ഉം. അതേപോലെ വേറെ ഏത് നമ്പർ ഉള്ളത് 9ഉം 7ഉം ഉള്ളത്? ഈ ഏത് ഡിജിറ്റ്സ് നോക്കിയേ, ഒന്ന് കണ്ണു തുറന്ന് നോക്കിയേ. എടാ തിരിച്ചിട്ടാ പോരെ. 30നെ തിരിച്ചിട്ട് 31 കിട്ടി. ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ പോരെ. 70നെ തിരിച്ചിട്ടപ്പോ 71 കിട്ടി. അതുപോലെ 97നെ തിരിച്ചിട്ട് എന്ത് കിട്ടും? 79 കിട്ടും അല്ലേ? ഇത് ഇവിടെ 79 മനസ്സിലായി. അതൊരു പേരല്ലേ? 97ൽ ആരൊക്കെ ഉണ്ട്? 9ഉം 7ഉം ഉണ്ട്. അതേപോലെ 79ൽ ആരൊക്കെ ഉണ്ട്? 7ഉം 9ഉം ഉണ്ട്. മനസ്സിലായോ? സോ 79 ആൻഡ് 97. പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ആരാണ് കണ്ടുപിടിച്ചേ? ഇത് നീ കണ്ടുപിടിക്കുന്നു നോക്കട്ടെ. അമ്മ ഹെൽപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഗോവിന്ദിന് കോൺസെപ്റ്റ് മനസ്സിലായാൽ മതി. എടാ ഇതുവരെ ചെയ്ത പോലെ ഒരു പേരും കൂടി ഉണ്ട് എന്ന്. ഇപ്പൊ ഇത്ര 3 പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഇതുപോലെ സെയിം ഡിജിറ്റ് ഉള്ള 2 നമ്പറും കൂടി ഉണ്ട്. ലും 59ലും ഒരേ നമ്പർ ആണോ? 53ൽ ആരൊക്കെ ഉണ്ട്? 59ല് 53 ആണോ? എടാ തിരിച്ചിടാ, നമ്പർ തിരിച്ചിട്ട് ശീലിക്കുക. അപ്പൊ ഈസി ആയിട്ട് കിട്ടും. 53 തിരിച്ചിട്ട് ആരാ കിട്ടാ? 53ന്റെ 3ഉം 5ഉം അപ്പുറത്തും ഇപ്പുറത്തും എഴുതി നോക്കിയേ. 35 ഇതിലുണ്ടോ? ഇല്ല. 31 ഉണ്ട്. 31നെ തിരിച്ചിട്ട് നമുക്ക് 13 കിട്ടാൻ നമ്മൾ ഓൾറെഡി എഴുതി. വേറെ ആരാ ഉള്ളേ? തിരിച്ചിട്ടാലും സെയിം നമ്പർ ഈ പ്രൈം നമ്പേഴ്സിന്റെ ലിസ്റ്റിൽ ഉണ്ടാവണം. 31 കഴിഞ്ഞിട്ട് ഉള്ള നമ്പേഴ്സ് നോക്ക്, ലിസ്റ്റിൽ നോക്ക്. ഫസ്റ്റ് മുതല് 32 ഉണ്ടോ ഇവിടെ? ഇതിലെവിടെ 32? എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടാ. 23. ഓക്കെ, അപ്പൊ 23ഉം 32 ഉണ്ട്. 32 എവിടെ?
അതിന് 32 ഇതിലില്ലല്ലോ. ഇതിലുള്ള രണ്ട് നമ്പർ വേണ്ടേ, പ്രൈം നമ്പേഴ്സ് ആവണ്ടേ. അപ്പൊ എന്ത് ചെയ്യും? ഫൈൻഡ് സച്ച് പെയർസ് ഓഫ് പ്രൈം നമ്പേഴ്സ് അപ് ടു 100. പെട്ടെന്ന് സമയങ്ങളല്ലേ. 35 ഇതിലില്ല. ഉള്ള നമ്പേഴ്സ് വായിക്കടാ. ഉള്ള നമ്പേഴ്സ് തിരിച്ചിട്ട് നോക്ക്. 19 തിരിച്ചിട്ടു 91 ഇവിടെ ഇല്ല. 23 തിരിച്ചിട്ടു 32 ഇല്ല. 29 തിരിച്ചിട്ടു 92 അതില്ല. അങ്ങനെ പോ. ിലുണ്ടോ നോക്ക്. ഇല്ല. വേറെ നോക്ക്. ഉള്ളത് ഏതാ കണ്ടുപിടിക്ക. ഉള്ള പേര് കണ്ടുപിടിക്ക്. സ്റ്റാർട്ടിങ് മുതൽ നോക്കടാ. 11 മുതൽ നോക്ക്. 11 തിരിച്ചിട്ട 11 തന്നെ, അത് ഇതിലില്ല. 13 തിരിച്ചപ്പോ 31 അത് ഇവിടെ ഉണ്ട്. 17 ചെയ്തു. പിന്നെ ഇങ്ങനെ പോ, അങ്ങനെ ഓർഡറിൽ പോ. വെറുതെ ഇടയിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല. 17 ചെയ്തപ്പോ 71 കിട്ടി. 19, 23 അങ്ങനെ പോ. എടാ 53 ഇവിടെ ലാസ്റ്റ് അല്ലേ. ഇവിടുന്ന് പോ. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോ. സ്റ്റാർട്ടിങ് നിന്ന് പോ. ഓർഡറിൽ പോ. അപ്പൊ നിങ്ങക്ക് മിസ്സാവില്ല. ഇടയിൽ നോക്കുന്നോണ്ടാണ് നിങ്ങക്ക് കിട്ടാത്തത്. 17 തിരിച്ചിട്ടപ്പോ 71 കിട്ടി. അത് പറ്റും. 19 തിരിച്ചിട്ട് 91 കിട്ടും. പക്ഷെ 91 ഇവിടെ ഇല്ല. അപ്പൊ പറ്റില്ല. അങ്ങനെ പോയി നോക്ക്. എടാ ഓരോ നമ്പർ തിരിച്ചിട്ട് നോക്ക്. 19 തിരിച്ചിട്ട് നോക്കിയാ നീ. എന്താ കിട്ടുന്നേ? എവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ പറ്റില്ല. അടുത്ത നമ്പർ നോക്ക്. ഇല്ല. അപ്പൊ പറ്റില്ല. പിന്നെ അടുത്ത നമ്പർ പോ. 23 കഴിഞ്ഞാ 13 ആണോ? 29 ഉണ്ടോ നോക്ക് തിരിച്ചിട്ടാല്. ഇല്ല. പിന്നെ അതുണ്ട്. അത് നമ്മൾ ഓൾറെഡി എഴുതി. ഓക്കെ ഗുഡ്. പിന്നെ 73 ഇല്ലേ? ഗോവിന്ദ് പറയാണ് സാർ 73 ഇല്ല. ഞാൻ കണ്ണ് കാണുന്നില്ല. എന്റെ കണ്ണൊക്കെ പോയി, കണ്ണൊക്കെ അടിച്ചു പോയി. എടാ 71 കഴിഞ്ഞിട്ടത് ഇവിടെ 73 ഇല്ലേ? അപ്പൊ 37 പറ്റില്ലേ? വേറെ പേരാരാ? 37 and 73. മനസ്സിലായോ? ഈസി പീസി ലെമൺ സ്ക്വീസി അല്ലേ? 37ഉം 73യും എഴുതിക്കോ. പെട്ടെന്ന് എഴുതിക്കോ. ആൻസർ എഴുതിക്കോ. ക്വസ്റ്റ്യൻ ഓൾറെഡി എഴുതിയതല്ലേ. പെട്ടെന്ന് ആൻസർ കൂടെ എഴുതിക്കോ. എന്നിട്ട് ഞാൻ ഡെയിലി എക്സാം ആക്ടിവേറ്റ് ചെയ്തു തരാം. വൺ സെക്കൻഡ്, ഞാൻ ആക്ടിവേറ്റ് ചെയ്യട്ടെ. തിരക്കായി അല്ലേ ഗോവിന്ദ? ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എക്സാം നോക്കാം. റൈറ്റ് 3 pairs of prime numbers less than 20 whose sum is a multiple of 5. ഓക്കെ, 20ക്ക് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഒക്കെ പറഞ്ഞ ഗോവിന്ദ. 2 പ്രൈം നമ്പർ ആണോ? 2, 3, 5, 7, 9 വരുമോ? വെരി ഗുഡ്. 11 പിന്നെ 13 പിന്നെ 16 17. ഓഡ് നമ്പർ മാത്രം നോക്കിയാൽ മതി. 2 മാത്രമേ ഈവൻ നമ്പർ ആയിട്ടുള്ള പ്രൈം നമ്പർ ഉള്ളൂ. ബാക്കിയെല്ലാം ഓഡ് നമ്പർ വരും. 17 കഴിഞ്ഞാൽ ഇത് വരും 19. വെരി ഗുഡ്. പിന്നെ 20 ഇല്ല. പിന്നെ 21 ഉണ്ട്. പിന്നെ 21 പ്രൈം നമ്പർ ആണോ? 3 into 7 ചെയ്താൽ എത്ര കിട്ടും? 3 into 7 21 ആണ്. സോ 21 പ്രൈം നമ്പർ അല്ല. 22 പ്രൈം നമ്പർ ആണോ? 11 into 2 22 അല്ലേ? ഞാൻ പറഞ്ഞു ഈവൻ നമ്പർ ഒരിക്കലും പ്രൈം നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓൺലി 2 മാത്രമുള്ള എക്സെപ്ഷൻ അല്ലേ? സോ 19 കഴിഞ്ഞ ഏത് നമ്പർ വരാ?
23 വരും. പിന്നെ 23 എഴുതണ്ടല്ലോ, പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 20 അല്ലേ, അപ്പൊ 23 വേണ്ട, 19 വരെ മതി. ഓക്കെ, 23 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 20 ആയില്ലേ ഗോവിന്ദ്. ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് 3 pairs of prime numbers less than 20 whose sum is a multiple of 5. 3 പേഴ്സ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, സോ ഏതൊക്കെ പേഴ്സ് എഴുതും? പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2 നമ്പർ എഴുതാം, സമ്മ് 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, സോ 2ഉം 3ഉം ആഡ് ചെയ്ത 5 കിട്ടോ? 2 + 3 5 കിട്ടും. പിന്നെ ഏതൊക്കെ നമ്പർ എഴുതാൻ പറ്റും? 7 + 11 ചെയ്ത് 18 കിട്ടും. 18 5ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഏതെങ്കിലും 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ ഏതൊക്കെ 2 നമ്പർ? വേറെ ആരൊക്കെ എടുക്കാം? 2ഉം 3ഉം എടുത്ത പോലെ വേറെ ആരൊക്കെ എടുക്കാം? അടുത്തടുത്തുള്ള നമ്പർ തന്നെ ആവണമെന്നില്ല, ദൂരം ദൂരമുള്ള ഇടയിലുള്ള നമ്പർ ആഡ് ചെയ്തിട്ട് ആൻസർ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ടൂവും 5ഉം ചെയ്താൽ കിട്ടോ? എത്ര 2ഉം 5ഉം ചെയ്താ ആഡ് ചെയ്താ? 2ഉം 5ഉം ആഡ് ചെയ്താ 10 കിട്ടും അല്ലെ? ആഡ് ചെയ്താൽ സം ചെയ്താ 2ഉം 5ഉം ആഡ് ചെയ്താ 10 ആണോ? എത്രയാ 2ഉം 5ഉം ആഡ് ചെയ്താ? 2ഉം 5ഉം ആഡ് ചെയ്താ 7 അല്ലടാ. വേറെ ഏത് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയ്യോ യെസ് 8:30. 2ഉം 3ഉം ആഡ് ചെയ്താ 5 കിട്ടും. അപ്പൊ 2ഉം 3ഉം എടുക്കുക, കാരണം 5 എന്താ 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഏതെങ്കിലും നമ്പർ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. വേറെ ഏത് നമ്പർ എടുക്കാൻ പറ്റും? പറ. 3ഉം 7 ആഡ് എടുക്കാൻ പറ്റുമോ? നോക്ക്. 3ഉം 7 ചെയ്യുമ്പോ ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും? 3ഉം 7 ആഡ് ചെയ്യുമ്പോ 15 കിട്ടും അല്ലെ? 7 + 3 ആഡ് ചെയ്ത് നോക്ക്, കയ്യിലെടുത്താലും കുഴപ്പമില്ല. 7ന്റെ കൂടെ 3 ആഡ് ചെയ്ത് നോക്ക്. 10 5ന്റെ മൾട്ടിപ്പിൾ ആണോ? വെരി ഗുഡ്. അതുപോലെ നോക്ക്, വേറെ ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും? തേർട്ടീനും 17നും പറ്റുമോ? സോറി, 13ഉം 7ഉം പറ്റുമോ? നമ്മൾ 3ഉം 7ഉം എടുത്തു, അതേപോലെ 7ഉം 13ഉം പറ്റുമോ? 13 + 7 എത്രയാ? ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാ എങ്ങനെ? 13 + 7 7 + 3 എത്രയാ? 10. 1 റിമൈൻഡർ. 1 + 1 എത്രയാ? 2. അപ്പൊ 20 വരില്ലേ? 13 + 7 ചെയ്യുമ്പോൾ 20 വരും. 25ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. അപ്പൊ 7ഉം 13ഉം എടുക്കാം. വേറെ ആരൊക്കെ എടുക്കാൻ പറ്റും? തേർട്ടീൻ + 17 ചെയ്യാൻ പറ്റില്ലേ? 13 + 17 നമുക്ക് ചെയ്ത് നോക്കാം. 13 + 17 7 + 3 10 കിട്ടും. ഇവിടെ 1 1 + 1 + 1 30 കിട്ടും. 35ന്റെ മൾട്ടിപ്പിൾ അല്ലേ? പിന്നെ 19 + എന്ത് ചെയ്യാ? 19 + 11. ഓക്കെ, എത്ര കിട്ടുക? 19 + 11 9 + 1 10 1 30. വെരി ഗുഡ്. ഗോവിന്ദിന് മനസ്സിലായല്ലേ? വെരി ഗുഡ്. ഫൈനലി ഗോവിന്ദ് റൈറ്റ് ആൻസർ പറഞ്ഞു. ഹൈ ഫൈ. യെസ്.
സോ 19 + 11 30 കിട്ടും. അത് പറ്റും. വെരി ഗുഡ്. പിന്നെ വേറെ ഏതാ പറ്റാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ ആരെങ്കിലും പറ്റുമോ നോക്കിയേ. 17ഉം 3ഉം ചെയ്തൂടെ? 17 + 3 എത്ര കിട്ടും? 22. 25ന് മൾട്ടിപ്പിൾ അല്ലേ? റൈറ്റ് 3 pairs എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മതി. റൈറ്റ് 3 pairs ഓഫ് പ്രൈം നമ്പർ ലെസ് ദാൻ 20 എന്ന് പറഞ്ഞ 3 pairs നമ്മൾ എഴുതി. ഈസി അല്ലേ? മനസ്സിലായില്ലേ? യെസ്. സോ എക്സാം ആക്ടിവേറ്റഡ് ആണ്. പെട്ടെന്ന് എക്സാം എഴുതിയിട്ട് വാ. എന്നിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെക്ക് ചെയ്യാം. ആകെ മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ. എന്നിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സമയം കൂടുതൽ എടുക്കില്ല, പേടിക്കണ്ട. പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് വാ. എക്സാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ക്വിക്ക്. എന്നിട്ട് നമ്മൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വിക്ക്. ഒന്ന് ഗോവിന്ദൻ ലോഗിനിൽ പോയി നോക്കിയേ. എക്സാംസ് വന്നിട്ടുണ്ടോന്ന്. വന്നിട്ടുണ്ട് അല്ലേ? പെട്ടെന്ന് ഒന്ന് ലോഗിനിൽ കയറി നോക്കുക. 2 days ക്ലാസിന്റെ താഴെ 2 days എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. വന്നിട്ടില്ല. ഒന്ന് നോക്കിയേ. ഒരു മിനിറ്റ്. അല്ല, ഞാൻ ഇവിടെ സ്കെഡ്യൂൾ നോക്കാണ്. 1 second. ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യാം. ആ സമയം കൊണ്ട് ഗോവിന്ദ് ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. എന്തുകൊണ്ടായിരിക്കും ഗോവിന്ദിന് ഇത് വരാത്തത്? പ്രൈം ടൈം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഗോവിന്ദ്. സമയം കളയല്ലേ. ഇപ്പൊ നോക്കിയേ ഗോവിന്ദ്. ഇപ്പൊ വന്നിട്ടുണ്ടോ നോക്ക്. റീഫ്രഷ്. ഒന്ന് ലോഗിൻ റീഫ്രഷ് ചെയ്ത് നോക്കിയേ. വന്നു. പെട്ടെന്ന് ചെയ്തോ. ക്വിക്ക്. ശതമാനം വന്നിട്ടുണ്ട് കേട്ടോ എക്സാം. പെട്ടെന്ന് ചെയ്തോ കേട്ടോ. ക്വിക്ക്. ഒരു 2 minutes തരാം. അതിനു മുമ്പ് ചെയ്തോ കേട്ടോ. അതിനുള്ളിൽ ചെയ്തോ കേട്ടോ. ഹൈബ്രിഡ് ട്യൂഷൻ 31 ഏതോ ആരുടെ ലോഗിൻ എക്സാം കിട്ടി. ചെയ്തു കഴിഞ്ഞോ? ഗോവിന്ദ് എത്ര കിട്ടി? എത്ര മാർക്ക് കിട്ടി? 10ൽ 5ഓ? എന്തു പറ്റി? എവിടെ തെറ്റിപ്പോയത് അറിയോ? എവിടെ മാർക്ക് പോയതെന്ന് അറിയോ? ഇല്ല. അയ്യോ, അത് കുഴപ്പമില്ല കേട്ടോ. ആൻസർ കീ നോക്കിയാൽ മതി. ഗോവിന്ദിന് ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ആൻസർ കീ കിട്ടും. ആൻസർ കീയിൽ ഏത് ക്വസ്റ്റിനാ തെറ്റിപ്പോയെന്ന് ഫൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ 2 × 3 × 7 is the prime factorization of എത്രയാ? 2 × 3 × 7 എത്ര കിട്ടാന്ന് ആദ്യം നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഈസി അല്ലേ ഗോവിന്ദിന്? 2 × 3 × 7 ചെയ്യണം അല്ലേ? 2 × 3 എത്രയാ? 6. 2 × 3 6. 2 × 3 6 കിട്ടി. പിന്നെ ആരുള്ളത്? 7. 6 × 7 ചെയ്താൽ എത്ര കിട്ടും? വെരി ഗുഡ്. 6 × 7 42 കിട്ടും. സോ 2 × 3 × 7 എത്ര കിട്ടും? 42 കിട്ടും. ഇറ്റ് ഈസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ. 2 × 3 × 7 is the prime factorization of ഏത് നമ്പറാ? 42 അല്ലേ? 42 പ്രൈം നമ്പർ വെച്ച് ഫാക്ടറൈസേഷൻ ചെയ്യാണ് ഗോവിന്ദ്. 42നെ ഓരോ ലോവസ്റ്റ് പ്രൈം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് പോകണം. ലോവസ്റ്റ് പ്രൈം നമ്പർ എന്താ? ലീസ്റ്റ് പ്രൈം നമ്പർ ഏത് നമ്പറാ ഗോവിന്ദ്? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എത്രയാ? 2
2 അല്ലേ? സോ 42 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. 21നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ആരെ കൊണ്ട് ചെയ്യും? 2 കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? 3. വെരി ഗുഡ്. 21 ഡിവൈഡ് ബൈ 3 ചെയ്താൽ എത്ര കിട്ടും? 7. 7നെ പിന്നെ 7 കൊണ്ട് തന്നെ ചെയ്യും. സോ 2 into 3 into 7 ആണ് 42. സോ 2 into 3 into 7 is the, സോ നമുക്ക് എന്ത് എഴുതാം? 42 is equal to 2 into 3 into 7. സോ ക്വസ്റ്റ്യൻ എന്താണ്? 2 into 3 into 7 is the prime factorization of ഏത് നമ്പറാ? 42 ആണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 42. മനസ്സിലായില്ലേ? പഠിച്ചില്ലേ? യെസ്, നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ, പെട്ടെന്ന് എഴുതിക്കോ. 2 into 3 into 7 is the prime factorization of, ആൻസർ 42 ആണ്. എങ്ങനെ വന്നതെന്ന് ഈ സ്റ്റെപ്പ് എഴുതിയെടുക്കാം കേട്ടോ. 42 divided by 2, 21, 21 by 3, 7, 7 by 7, 1. സോ അങ്ങനെ ചെയ്യാം പെട്ടെന്ന്. എഴുതി. ഓക്കെ. സോ നമ്മൾക്ക് ഇനി 2 more questions മാത്രമേ ഉള്ളൂ. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 54. ഇനി 54 ചെയ്ത് നേരത്തെ ഞാൻ 42 ചെയ്ത പോലെ 54 ചെയ്ത് നോക്കിയേ. പ്രൈം സ്മോളസ്റ്റ് പ്രൈം നമ്പർ വെച്ച് നോക്കണം കേട്ടോ. 2 വെച്ച് നോക്കുക, എന്നിട്ട് പറ്റില്ലെങ്കിൽ 3 എടുക്കുക, അങ്ങനെ പോവാ കേട്ടോ. പെട്ടെന്ന് ചെയ്തോ. ക്വിക്ക്. 3 പറ്റില്ലെങ്കിൽ 5 എടുക്കുക, 5 പറ്റില്ലെങ്കിൽ 7 എടുക്കുക, അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. 54 ഇങ്ങനെ ചെയ്തു പോക്കോ. എടാ 1 പ്രൈം നമ്പർ ആണോ? പ്രൈം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് പോടാ. ഈസി അല്ലേ മോനെ ഗോവിന്ദ? നമ്മൾക്ക് പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് മാത്രമേ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പ്രൈം നമ്പർ മാത്രമല്ലേ എടുക്കാൻ പാടുള്ളൂ, അല്ലേടാ? അപ്പൊ 54 ഉണ്ട് നമ്മൾക്ക്. 54നെ പ്രൈം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തോ, 2 വെച്ച് ഡിവൈഡ് ചെയ്തോ, എത്ര കിട്ടും? 54നെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 54 divided by 2. 2 2s are 4, 1 remainder. 1ൽ പറ്റില്ല, അപ്പൊ 14. 14ൽ എത്ര 2 ഉണ്ട്? 7 2s ഉണ്ട്. 7 2s are 14. അപ്പൊ 54നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 27. 27നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 27 ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ പറഞ്ഞേ? അത് ഈവൻ നമ്പർ ആണോ? ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ? 3 ഓടല്ലേ? ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞേ? 1ഓ? അമ്മയുണ്ടോ അടുത്ത്? അമ്മയോട് പറ, ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. അമ്മ പഠിപ്പിച്ചല്ലേ ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ്? ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? അവനിപ്പോ കിട്ടുന്നില്ല. ഈവൻ നമ്പർ ഓഡ് നമ്പർ ഏതാന്ന് ചോദിക്കുമ്പോ ഓർമ്മ വരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗോവിന്ദേ, നമ്മൾക്ക് ഈസിയായി കിട്ടും മോനെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 2ഉം 4ഉം 6ഉം എന്താ? 2 4 6 8. അങ്ങനെ ഈച്ച് 2 എന്താ പറയാ, ആ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. എല്ലാ നമ്പറും 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, എല്ലാ ഈവൻ നമ്പറും. ഒന്ന് നോക്കിയേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. 2 4 അങ്ങനെ പൊക്കോ. 5 2 കൊണ്ട് ഡിവിസിബിൾ ആണോ? 2 4 6. പിന്നെ 8 10 12 14 16 18 20. ഓക്കെ. സോ അങ്ങനെ പോവാം. ഈ എല്ലാ നമ്പേഴ്സും
ഈവൻ നമ്പേഴ്സ് അല്ലേ? 2, 4, 6, 8, 10, 12, 14, 16, 18, 20 അങ്ങനെ പോവും. അങ്ങനെ പോകുമ്പോൾ 22 വരും, 24 വരും, 26 വരും, 28 വരും, 27 വരും. അതില് 27 ഈവൻ നമ്പർ ആണോ? അപ്പോ 22 കഴിഞ്ഞാൽ ആര് വരും? 4 വരും. വെരി ഗുഡ്. 24 കഴിഞ്ഞാൽ ആര് വരും? 26 വരും. 26 കഴിഞ്ഞാൽ 28 വരും. അപ്പൊ 27 ഈവൻ ആണോ? അല്ല. 27 ആരാ? ഓഡ് നമ്പർ. അപ്പൊ ഓഡ് നമ്പേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കിയേ. 1, 3, 5, 7, 9, 11, 13, 15, 17, 19, 21, 23, 25, 27. 27 അപ്പൊ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ? ഓഡ് നമ്പർ. ഒരു ഓഡ് നമ്പർ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? അല്ല, 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഈവൻ നമ്പർ അല്ലേ? നമ്മൾ പഠിച്ചു 2, 4, 6, 8. അതേപോലെ 27 എടുത്തു കഴിഞ്ഞാൽ 27 ഓഡ് നമ്പർ ആണ്. അത് 2 വെച്ച് പറ്റില്ല. അപ്പൊ അടുത്ത പ്രൈം നമ്പർ ആരാ? 2 കഴിഞ്ഞാൽ വരുന്ന പ്രൈം നമ്പർ ആരാ? 3. വെരി ഗുഡ്. 3 27 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര കിട്ടും? 9 കിട്ടും. 3 into 9 27 കിട്ടും. പിന്നെ 9 ആരെ വെച്ച് ഡിവൈഡ് ചെയ്യും? നമ്മള് 3 വെച്ച് തന്നെ ചെയ്യും. 3 into 3 9 ആയതുകൊണ്ട് 3 കിട്ടി. അപ്പോ ഈ 3 പിന്നെയും 3 വെച്ച് ചെയ്യാം. 1. ഓക്കെ. സോ നമ്പേഴ്സ് ആരൊക്കെ വരും? 2 into 3 into 3 into 3. 3 times 3യും 1 time 2 വരും. That is equal to 54 വരും. അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇതിൽ തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? തന്നിട്ടില്ല അല്ലേ? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 54 ജസ്റ്റ് 2 into 27 മാത്രമേ തന്നിട്ടുള്ളൂ. 2 into 3 into 9 തന്നിട്ടുണ്ട്. കാരണം ഈ 2 times വരുന്നത് നമുക്ക് എന്താ? 3 into 3നെ നമുക്ക് 9 എഴുതിക്കൂടെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ 2 into 3 into 9 എന്ന് എഴുതാം. 2 into 3 into 9 is equal to 54 നമുക്ക് എഴുതാൻ പറ്റും. സോ 2 into 3 into 9 നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ ഗോവിന്ദ്? യെസ്. ലാസ്റ്റ് 1 ക്വസ്റ്റ്യൻ. എനിക്ക് മനസ്സിലായി ഗോവിന്ദ്, അയ്യോ സാറേ കുറെ നേരം എന്നെ ഒന്ന് വെറുതെ വിടൂ അല്ലെ? എടാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. സോ സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാ? സ്മോളസ്റ്റ് പ്രൈം നമ്പർ പറഞ്ഞോ. 2. Very good. The numbers that have only 2 factors, 1 and the number itself are called as. 2 ഫാക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ, 1ഉം വേറെ നമ്പറും. അങ്ങനത്തെ നമ്പേഴ്സിനെ എന്ത് വിളിക്കും? ഇപ്പൊ പഠിച്ചോളൂ. ഇപ്പൊ പറഞ്ഞോളൂ. പെർഫെക്റ്റ് അല്ല. അല്ല 2 ഫാക്ടേഴ്സ് ഉള്ളൂ, പിന്നെ 1ഉം ആ നമ്പറും. ഇപ്പൊ പറഞ്ഞോളൂ. കുറച്ചു നേരത്തെ പറഞ്ഞോളൂ. ഈവൻ ഓടല്ല. എടാ ഇപ്പൊ പറഞ്ഞോളൂ. അതാണ് ബെസ്റ്റ് ക്ലൂ. നമ്മളിപ്പോ എന്താ ചെയ്ത്? 54 വെച്ചിട്ട് എന്ത് ഫാക്ടറൈസേഷനാ? 54നെ ഏത് നമ്പർ വെച്ചിട്ടാ ഡിവൈഡ് ചെയ്തത്? 2ഉം 3 ഒക്കെ വെച്ച് ചെയ്തു. ഇതൊക്കെ ഏത് നമ്പേഴ്സാ? എടാ 2, 3 ഇതൊക്കെ ഏത് നമ്പേഴ്സാ? 2 കഴിഞ്ഞാൽ 3 എടുത്തു. എന്തുകൊണ്ടാ? അതൊക്കെ ഏത് നമ്പേഴ്സ്? എന്ത് നമ്പേഴ്സാ? എടാ ഈവൻ ഓടല്ല, വേറെ ഈ നമ്പേഴ്സിനെ എന്ത് വിളിക്കുക? ഒരു ഫാക്ടർ, 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സ്. ആ നമ്പേഴ്സിനെ എന്ത് വിളിക്കും? കറക്റ്റ് ആണ്. പ്രൈം നമ്പർ അല്ലേ? നമ്പർ ദാറ്റ് ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 and the number itself are called as prime number. ബുക്കിൽ എഴുതിക്കോ പെട്ടെന്ന്. നീ മറന്നു പോകുന്നുണ്ട് കേട്ടാ ഗോവിന്ദേ. അപ്പൊ പറഞ്ഞാൽ പോരാ, എക്സാമിന് എഴുതാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ. നമ്പേഴ്സ് ദാറ്റ് ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 and the number itself are called prime numbers ആണ് കേട്ടാ. മറന്നു പോരുത്. പ്രൈം നമ്പേഴ്സ്.
പിന്നെ അടുത്തത് കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 3 and 5 വിത്തിൻ ഫസ്റ്റ് 100 നമ്പേഴ്സ് ആർ. ഏതൊക്കെയാ? 100 നമ്പേഴ്സിൽ 3 നും 5 നും കോമൺ മൾട്ടിപ്പിൾസ് ആരൊക്കെയാ ഉള്ളത്? 15 ഇല്ലേ? 15 ഉണ്ട്. 30 ഇല്ലേ? 3 മൾട്ടിപ്പിൾ അല്ലേ 30 അല്ലേ? പിന്നെ ആരാ ഉള്ളേ? പിന്നെ 33, 36, 39, 42, 45 ഇല്ലേ? അങ്ങനെ ഫസ്റ്റ് 100 നമ്പേഴ്സിൽ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 3 ഉം 5 ഉം ഇതുപോലെ 15, 30, 45, 60 അങ്ങനെ പോകും കേട്ടോ. The sieve of dash is a method used to find all prime numbers up to a certain number. Sieve എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, അത് നീ ഇത് 3 എഴുത്. എല്ലാം ഒരുമിച്ച് പറഞ്ഞാൽ ശരിയാവില്ല. പെട്ടെന്ന് 1, 2, 3 പെട്ടെന്ന് എഴുത്. പെട്ടെന്ന് എഴുത് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഒരു വേർഡ് ഉണ്ട്, ദ സീവ് ഓഫ് ഇറാറ്റോസ്തെനസ്. എന്താ? ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് ദ പ്രൈം നമ്പേഴ്സ് അപ് ടു എ സർട്ടൻ നമ്പർ. സോ തന്നിരിക്കുന്ന ഒരു നമ്പർ വരെ കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് സീവ് ഓഫ് ഇറാറ്റോസ്തെനസ് എന്ന് പറയും. സ്പെല്ലിംഗ് തെറ്റിപ്പോണ്ട. ERATOSTHENES. സീവ് ഓഫ് ഇറാറ്റോസ്തെനസ് എന്ന് പറയും. അത് എഴുതേണ്ട കാര്യമില്ല കേട്ടാ, ഇമ്പോർട്ടന്റ് അല്ല. ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി തന്നിട്ടുള്ളതാണ്, പക്ഷെ എക്സാമിനൊന്നും ചോദിക്കാറില്ല. കൺഫ്യൂസിംഗ് ആണ്. ഇറാറ്റോസ്തെനസ് ആണ്. കൺഫ്യൂസിംഗ് ആണെന്ന് പറഞ്ഞാൽ ആ ടേം നിങ്ങൾ ഇറാറ്റോസ്തെനസ് പഠിച്ചു വരുമ്പോഴേക്കും കുറെ സമയം എടുക്കും. ഓക്കെ, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ, ചിലപ്പോ എക്സാം ചോദിച്ചാലോ. ഓക്കെ, പെട്ടെന്ന് എഴുതി വെച്ചോ. നോട്ട്ബുക്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ക്വിക്ക്. എഴുതി കഴിഞ്ഞോ? ഇനി ലാസ്റ്റത്തത്, നമ്പേഴ്സ് ദാറ്റ് ആർ നെയ്തർ പ്രൈം നമ്പർ ഓർ നോൺ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ കോൾഡ് ആസ് യൂണിറ്റ് നമ്പർ. ഏത് നമ്പർ? അത് നമ്പർ 1 അല്ലേ? നമ്പർ 1 പ്രൈം നമ്പർ ആണോ? അല്ല. കോമ്പോസിറ്റ് നമ്പർ ആണോ? അല്ല. രണ്ടും അല്ല. ഓക്കെ, ഈ പോയിന്റ് എഴുതിക്കോ. 5th വണ്ണും കൂടി എഴുതിക്കോ. ഇതും കൂടി എഴുതി കഴിഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. പ്രൈം നമ്പർ എന്താന്ന് പഠിച്ചു? ഒരു ഫാക്ട് 1ഉം പിന്നെ വേറെ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. അതായത് ടോട്ടൽ 2 ഫാക്ടേഴ്സ് ആയിരിക്കും അതിനുള്ളത്. ഒന്ന് നമ്പറും 1ഉം. ഓക്കെ, നമ്പേഴ്സ് ദാറ്റ് ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ്. ഓക്കെ, തന്നിരിക്കുന്ന ആ നമ്പറും 1ഉം ഫാക്ടർ ആണെങ്കിൽ അതിനെ പ്രൈം നമ്പർ എന്ന് വിളിക്കാം. കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 2 കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലെ? നമ്പർ 12 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4, 6, 12 അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. സോ 2 കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കാം? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കാം. എഴുതിക്കഴിഞ്ഞോ 5th വണ്ണും കൂടെ ഗോവിന്ദ്? യെസ്, നോട്ട്ബുക്കിൽ എഴുതിയത് പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എല്ലാം പ്രോപ്പർലി തറോ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. സീരിയസ് ആയിട്ട് എടുക്കണം ഗോവിന്ദ്. ഓക്കെ, അമ്മേനൊന്ന് വിളിച്ചേ. മാം, ഇന്ന് എടുത്ത നോട്ടിലെടുത്ത പോയിന്റ്സ് ഒക്കെ ഒന്ന് പ്രോപ്പർലി കവർ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ കുറെ ടോപ്പിക് എടുത്ത് കവർ ചെയ്ത് സമയം കളയേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാത്തത്. പക്ഷെ മാം ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് ഞാനിപ്പോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കുറച്ച് എഴുതിച്ചിരുന്നു. എന്താണ് പ്രൈം നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടില്ലേ ഗോവിന്ദ്? എവിടെ കാണിച്ചു കൊടുക്കാം അമ്മയ്ക്ക്? ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്
ആ അത് മൊത്തം ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഓക്കെ. പിന്നെ പ്രൈം നമ്പേഴ്സ് പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ ബേസിക്സ് ഒക്കെ അവൻ അറിയാം. എന്നാ പോലും അമ്മ ഒന്ന് ചെക്ക് ചെയ്യണേ ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ മാം. ശരി ഗോവിന്ദ്, അപ്പോ പോയല്ലോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇന്ന് പഠിപ്പിച്ചത്? കുറെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. യെസ് ഗോവിന്ദ് പറഞ്ഞോ. പറഞ്ഞോ, എന്താ ഡൗട്ട്? പെർഫെക്റ്റ് നമ്പർ വരുന്ന സമയത്ത് ഇപ്പോ നമ്മള് ഒരു നമ്പർ 6 എടുക്കാണ്. 6ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട് അല്ലേ? ഇത് മൊത്തം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? 1 + 2 + 3 + 6 എത്ര കിട്ടും? 1 + 2 3 കിട്ടും അല്ലെ? 3 + 3 6 കിട്ടും അല്ലെ? 6 + 6 എത്ര കിട്ടും? 9. 1 + 2 3 കിട്ടും. 3 + 3 6 കിട്ടും. 6 + 6 എത്ര കിട്ടും? 12 കിട്ടും അല്ലെ? 6ന്റെ ഫാക്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 12. ഇനി 2 × 6 ചെയ്ത് എത്ര കിട്ടും? അതും 12 കിട്ടും. സോ രണ്ടും ഇങ്ങനെ സെയിം ആയി കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കാം? പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കാം. മനസ്സിലായോ? അതായത് അതിന്റെ ഫാക്ടേഴ്സ് ആഡ് ചെയ്താലും തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ കിട്ടുകയാണെങ്കിൽ അതിനെ പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കും. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ അല്ലേ? വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? മൈൻഡ് അപ്പ് ചെയ്യാലോ? ഓക്കെ ഗോവിന്ദ്. So that's all for today. Yes, thank you Govind. Bye bye. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇന്ന് പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യണം കേട്ടോ. See you, good night. Yes.